ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ DHIC എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പേപ്പർ 1, പേപ്പർ 2 എക്സാം ഒക്കെ കഴിഞ്ഞു. എല്ലാവർക്കും നല്ലതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോയെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി നമ്മുടെ പേപ്പർ 3 എക്സാം ആണ് വന്നിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് എക്സാം. ഇനി ഒരു ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പം നമ്മളുടെ ഒരു ഏകദേശം 4 സബ്ജക്റ്റുകളാണ് ഈ പേപ്പർ 3 വരുന്നത്. അതിൽ മാനേജ്മെന്റ് ഉണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ട്, പബ്ലിക് ഹെൽത്ത് ആക്ട് ഉണ്ട്, പ്രൊജക്ട് പ്രപ്പോസൽ ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത് മാനേജ്മെന്റിനാണ്. കാരണം എന്താ? മാനേജ്മെന്റ് ഏകദേശം ഒരു 50 മാർക്കിനുള്ള ചോദ്യം നമുക്ക് വരുന്നത് മാനേജ്മെന്റിനാണ്. എത്രയാണ്? ഒരു 50 മാർക്കിനുള്ള, അതായത് നമുക്ക് പാസ്സാകാൻ വേണ്ട മാർക്ക് 100-ൽ 50 ആണെങ്കിൽ ആ ഒരു 50 മാർക്ക്, അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന പോർഷൻ മാനേജ്മെന്റിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മാനേജ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്കോർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു കുറച്ച് ടിപ്സും, അല്ലെങ്കിൽ ഏത് പോർഷനാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടി വരുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇനി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ ആണ്. മാനേജ്മെന്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഈ ഡെഫിനിഷൻ നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. നമ്മൾ മാനേജ്മെന്റിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും അതിന്റെ ആദ്യത്തെ വരി അല്ലെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് തുടങ്ങേണ്ടത് ഈ ഡെഫിനിഷൻ എഴുതിയിട്ടായിരിക്കണം. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ, ഈ ഡെഫിനിഷൻ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ഇനി ഈ മാനേജ്മെന്റിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്. ഇനി മാനേജ്മെന്റ് തന്നെ 4 എണ്ണം, അതായത് ടൈം മാനേജ്മെന്റ്, പേഴ്സണൽ മാനേജ്മെന്റ്, മെറ്റീരിയൽ മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ്. ഇതൊക്കെ നമുക്ക് 5 മാർക്കിന് വന്ന് കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോർഷൻസ് ആണ്. ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും മാനേജ്മെന്റിന്റെ ഡെഫിനേഷൻ പഠിച്ചു. ഇനി നമ്മൾ പ്രിൻസിപ്പിൾസ്, ഫങ്ഷൻസ്, ലീഡർഷിപ്പ്, ഇതിനെല്ലാത്തിനെയും കുറിച്ചും എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാന്നുള്ള രീതിയിൽ നമുക്കൊന്ന് നോക്കി പോവാം. ഇനി ഒരു മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് 3 M's ഓഫ് മാനേജ്മെന്റ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഇപ്പോൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് 3 M's ഓഫ് മാനേജ്മെന്റ് എക്സെപ്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കും. അതിൽ മാൻ, മണി, മെറ്റീരിയൽ, ഇത് മൂന്നുമാണ് നമ്മുടെ മാനേജ്മെന്റിന്റെ 3 M's എന്ന് പറയുന്നത്. ഇനി ഈ 3 M's എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ 3 M'സിന്റെ പ്രത്യേകത അറിഞ്ഞു വെച്ചിരിക്കണം. അതാണ് മാൻ എന്ന് പറഞ്ഞാൽ ആ വർക്ക് ഫോഴ്സ് അഥവാ ഹ്യൂമൻ റിസോഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. മണി എന്ന് പറഞ്ഞാൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, അതായത് ഒരു സാധനം വാങ്ങിക്കാനോ, അതായത് നമ്മൾ മാനേജ്മെന്റിന്റെ ഏതൊരു ഫംഗ്ഷൻ നടത്തിയാലും അതിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ, എന്തെങ്കിലും ഒരു സാധനത്തിനെ വാങ്ങിക്കാനോ ഉപയോഗിക്കാനോ നമുക്ക് വേണ്ടത് മണിയാണ്. ഓക്കെ, ഇപ്പം മാൻ ആണെങ്കിൽ റെമ്യൂണറൈസേഷൻ കൊടുക്കണം, മെറ്റീരിയൽസ് മേടിക്കാനാണെങ്കിൽ അതിന്റെ ഇനി റെന്റ് ആണെങ്കിൽ റെന്റ്, പ്രൈസ് ആണെങ്കിൽ പ്രൈസ്. ഇതിൽ ഏതൊരു സാധനവും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട മീഡിയം എന്ന് പറയുന്നത് മണിയാണ്. ലാസ്റ്റ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എക്യുപ്മെന്റ്സ്, സപ്ലൈസ്. നമ്മൾ ഏതൊരു മാനേജ്മെന്റൽ ഫംഗ്ഷൻ എടുത്താലും അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും എക്യുപ്മെന്റും ഉണ്ട്. ഇതിനെ എല്ലാത്തിനെയും ഒരു എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു മാനേജ്മെന്റിന്റെ സക്സസ് ആയിട്ട് കണക്കാക്കുന്നത്. അതായത് ഈ 3 സാധനങ്ങളെയും ഒരു കെയർഫുൾ ബാലൻസ് ഓഫ് ഓൾ 3 റിസോഴ്സസ്, അതായത് മാൻ, മണി, മെറ്റീരിയൽ, ഈ 3 റിസോഴ്സിനെയും കറക്റ്റായി യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒന്നും വേസ്റ്റേജ് വരാതെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക, അതാണ് മാനേജ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനിയാണ് നമ്മൾ
സ്ഥിരം എസ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എസ് ആയിട്ട് ചോദിച്ചില്ലെങ്കിൽ 5 മാർക്കായിട്ട് ചോദിക്കും. ഇനി എസ് എയും 5 മാർക്കും ഉണ്ടെങ്കിലും അതിന്റെ കൂട്ടത്തിൽ ഇതിൽ ഓരോ ഫങ്ഷൻസിനെയും നമുക്ക് 2 മാർക്കിനായും പ്രതീക്ഷിക്കാം. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് ഇപ്പൊ നിങ്ങളിത് ഈ DHIC എക്സാമിന് പോകുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഏതാണ്, അതിവിടുത്തെ ഫങ്ഷൻസ് ആണ്. ഈ ഫങ്ഷൻസ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡുണ്ട്. അതായത് മാനേജ്മെന്റ് പഠിച്ചിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏത്? പോസ്റ്റ് ഡി കോർപ്പ് സി. അതായത് ഈ ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം കൂടി ചേർത്ത് നമ്മൾ പറയുന്നതാണ് പോസ്റ്റ് ഡി കോർപ്പ് സി എന്ന് പറയുന്ന ആ വേർഡ്. അതൊരു നമ്മൾ എല്ലാ മാനേജ്മെന്റിന്റെ എല്ലാ ഏത് കോളേജിലായിക്കോട്ടെ, നിങ്ങൾ ഏതൊരു എക്സാമിനായിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഈ പോസ്റ്റ് ഡി കോർപ്പ് സി. അതിൽ ഈ ഓരോന്നും എന്താണെന്നുള്ളതാണ് നമുക്കിനി അടുത്ത നോക്കേണ്ടത്. അതിൽ പി ഫോർ പ്ലാനിങ്. പ്ലാനിങ് ആണ് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ കോർ ഏരിയ എന്നൊക്കെ പറയുന്നത്. അതൊരു മാനേജ്മെന്റ് നടക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് മുൻകൂട്ടി നമ്മൾ എഴുതി വെക്കുന്നതിനാണ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ പ്ലാനിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ മാനേജ്മെന്റ് നടക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനെയും മുൻകൂട്ടി ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിഫോർ ദ അറൈസ് ഇൻ റിയൽ ലൈഫ്. അതായത് നമ്മൾക്ക് സാധാരണ ഒരു മാനേജ്മെന്റ് നടക്കുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള സംശയങ്ങളെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഈ സംശയങ്ങളുടെ ഉത്തരങ്ങളെയാണ് പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് കോർ ഏരിയ. അപ്പൊ പ്ലാനിങ്, നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്നൊരു എസ് എ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ആദ്യം ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ, ആ ഡെഫിനിഷൻ എഴുതുക. അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് ഹെഡിങ് ബൈ ഹെഡിങ് ആയിട്ട് എഴുതിയെടുക്കുക. ഇതിൽ പ്ലാനിങ് എഴുതുമ്പം പ്ലാനിങ്ങിൽ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് കോർ ഏരിയ. അതായത് മാനേജ്മെന്റിന്റെ കോർ ഏരിയ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. അപ്പൊ നമ്മൾ ഈ പ്ലാനിങ് എഴുതി ഈ പ്ലാനിങ്ങിന്റെ ഡെഫിനിഷൻ എഴുതി വരുമ്പം ഈ കോർ ഏരിയ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പൊ ടീച്ചറിന് പെട്ടെന്ന് അത് നോട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസിങ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. അതായത് ഏതൊരു മാനേജ്മെന്റിന്റെ പ്ലാനിനെയും ആക്ഷൻ ആക്കി മാറ്റുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. എന്താണ്? ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. എന്താണ് അത്? ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പൊ നമ്മൾ ഓർഗനൈസിങ് എഴുതുമ്പോൾ ഈ ബാക്ക് ബോണും ഗ്രൂപ്പിങ്ങും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. അടുത്തത് നമ്മൾ പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മാനേജ്മെന്റിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്, ഏതൊരു വർക്കിനാണെങ്കിലും സ്റ്റാഫ് ആവശ്യമുണ്ട്. അപ്പൊ സ്റ്റാഫിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സ്റ്റാഫിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം, അതായത് അവർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്താണ് ട്രെയിനിങ്? ഈ ട്രെയിനിങ് തന്നെ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഇൻ സർവീസ് ട്രെയിനിങ്ങും ഉണ്ട്. അടുത്തത് ഏതാ? ഓറിയന്റേഷൻ ട്രെയിനിങ്. അങ്ങനെ 2 തരത്തിലാണ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ് ആയി, ഓർഗനൈസിങ് ആയി, സ്റ്റാഫിംഗ് ആയി. ഇതിലെ 3ലെയും നമ്മൾ പറഞ്ഞു, പ്ലാനിങ്ങിൽ കോർ ഏരിയ, ഓർഗനൈസിങ് ബാക്ക് ബോൺ, സ്റ്റാഫിങ്ങിൽ ട്രെയിനിങ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്. അത് അണ്ടർലൈൻ ചെയ്ത് എഴുതുക. ഇനി ഡയറക്റ്റിംഗ്. ഡയറക്റ്റിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് എന്നാണ് ഡയറക്റ്റിനെ പറയുന്നത്. ഇത് നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ഫ്രം ദ ഹാർട്ട്, അതായത് ഹൃദയത്തിൽ നിന്ന് നേരിട്ട് നമ്മൾ പറയുന്ന, ഈ നമ്മൾ ഈ പണ്ടത്തെ പ്രണയ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു വാക്കാണ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്നൊക്കെ പറയില്ലേ, ആ ഒരു വാക്ക് ഡയറക്റ്റ് ഫ്രം ദ ഹാർട്ട് എന്ന് ഓർത്ത് വെച്ചാൽ ഡയറക്റ്റിങ്ങിനെ നമുക്ക് എന്തോർത്ത് വെക്കാം, ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് ഓർത്ത് വെക്കാം. അടുത്തതാണ് കോർഡിനേറ്റിംഗ്.
കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലെൻഡിങ് ഓഫ് ആക്ടിവിറ്റീസ്, ഒരുപാട് ആക്ടിവിറ്റീസിനെ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ കോർഡിനേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റിപ്പോർട്ടിംഗ് ആണ് പറയുന്നത്. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഏതൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക് ആയിക്കോട്ടെ, അവിടെ നമ്മൾ നടക്കുന്ന പ്രോഗ്രസ്സും കാര്യങ്ങളും നമ്മുടെ ഹയർ അതോറിറ്റിയെ അറിയിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഗീവിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പ്രോഗ്രസ് അച്ചീവ്ഡ് ടു ദ ഹയർ അതോറിറ്റി, അതാണ് എന്തെന്ന് പറയുന്നത്, റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ നമ്മൾ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് മാനേജ്മെന്റ്, സോറി ഞാൻ എഴുതിയിട്ട് അത് ശരിയാവുന്നില്ല, അതൊന്ന് ഓർത്ത് വെച്ചോ. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയും. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സിസ്റ്റം എന്നാണ് എന്തിനെ, റിപ്പോർട്ടിംഗ് സിസ്റ്റത്തെ പറയുന്നത്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗിൽ നമുക്കൊരു വൺ വേർഡ് ഒളിച്ചു കിടപ്പുണ്ട്, അതാണ് ബഡ്ജറ്റ് ഈസ് ദ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് പ്ലാൻ ഓഫ് ആക്ഷൻ. അതായത് ഒരു പ്ലാനിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബഡ്ജറ്റിംഗ് ആണ്. അടുത്തത് കൺട്രോളിംഗ്. കൺട്രോളിംഗ് പറഞ്ഞാൽ മെഷറിംഗ് ആൻഡ് കറക്റ്റിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് സബോർഡിനേറ്റ്സ് ടു എൻഷുർ ദാറ്റ് ദ വർക്ക് ഈസ് ഡൺ അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് ഇൻ ദ പ്ലാൻ. അതായത് ഒരു പ്ലാൻ നടക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ടാണോ നടത്തിയിട്ടുള്ളതെന്ന് വിലയിരുത്തുക, എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക, അതാണ് കൺട്രോളിംഗ്. അടുത്തത് ഇന്നോവേഷൻ. ഇന്നോവേഷനിൽ ഓർത്ത് വെക്കേണ്ട ഒരു വാക്കുണ്ട്. ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു ക്രിയേറ്റിവിറ്റി വേണം. അതായത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർ ആയിരിക്കണം നമ്മുടെ മാനേജ്മെന്റിന് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ 9 എണ്ണമാണ് ഫങ്ഷൻസ് പറഞ്ഞത്. ഏതൊക്കെയാണ്? പ്ലാനിംഗ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, ഡയറക്റ്റിംഗ് ഉണ്ട്, കോർഡിനേറ്റിംഗ് ഉണ്ട്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്, കൺട്രോളിംഗ്, ഇന്നോവേഷൻ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഒരു എസ്സേ ആണ്. അടുത്തത് ഇതേപോലെ തന്നെ നമ്മൾ എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾസ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ചോദിച്ചാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം എഴുതേണ്ടത് മാനേജ്മെന്റിന്റെ ഏത് ഡെഫിനിഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരുണ്ട്, അതാണ് ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ ആണ് എന്ത് ചെയ്തത്, നമ്മുടെ പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നത്. ആരാണ്? ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ ആണ് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നത്. ആരാണ്? ഹെൻറി ഫയോൾ. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ, പിന്നെ ഹെൻറി ഫയോൾ എന്ന് പറയുന്ന ആ കൊണ്ടുവന്ന ശാസ്ത്രജ്ഞന്റെ പേര്, എന്നിട്ട് വേണം ഓരോന്നോരോന്നായിട്ട് എഴുതുക. ഡിവിഷൻ ഓഫ് വർക്ക്, അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അധികാരം, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം. ഇത് രണ്ടും ഒരുമിച്ച് വേണം. പിന്നെ പറയുന്നത് ഡിസിപ്ലിൻ ആണ്. ഏതൊരു പ്ലാനിലാണെങ്കിലും വർക്കിലാണെങ്കിലും അവിടെ എന്ത് വേണം? ഡിസിപ്ലിൻ വേണം. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു മാനേജ്മെന്റും ആയിക്കോട്ടെ അവിടുത്തെ അതോറിറ്റി ഒരാളായിരിക്കണം. അതായത് നമ്മൾ ഒരു എംപ്ലോയി ഒരാളിൽ നിന്ന് മാത്രമേ ഓർഡേഴ്സ് റിസീവ് ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹെഡും ഒരു പ്ലാനുമേ വരാൻ സാധ്യത പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഒരുപാട് വർക്കും ഒരുപാട് പ്ലാനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഇതിനിടയിൽ ഒരു കൺഫ്യൂഷൻ വരും. അത് അവോയ്ഡ് ചെയ്യുക. അടുത്തത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, പിന്നെ റെമ്യൂണറേഷൻ, സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി. അവിടെ ഓർത്ത് വെക്കേണ്ടത് സുപ്രീം അതോറിറ്റി ഒരാളായിരിക്കണം, അതാണ് സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി. അതായത് അതോറിറ്റിയെ അവസാനം സെൻട്രൽ, അതായത് ഒരു മുകളിൽ ഒരു മേലധികാരി ഒരാളായിരിക്കണം. അടുത്തത് സ്കെയിലാർ ചെയിൻ, ഒരു അൺബ്രോക്കൺ ലൈൻ ഓഫ് അതോറിറ്റിയും കമാൻഡും ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അടുത്തത് ഓർഡർ ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഉണ്ട്, ഇനിഷ്യേറ്റീവ് ഉണ്ട്,
എസ്പിരിറ്റ് ഡി കോർപ്സ്. എസ്പിരിറ്റ് ഡി കോർപ്സ് ഓർത്ത് വെക്കണം. വർക്കേഴ്സിന്റെ ഇടയിൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. അതാണ് എസ്പിരിറ്റ് ഡി കോർപ്സ്. ഇത് നമുക്ക് ചിലപ്പം ഒരു വൺ വേർഡ് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അത് ഓർത്ത് വെച്ചോളണം. ഓക്കെ, ഇനി നമ്മുടെ മാനേജ്മെന്റിൽ ഇനി പറയാൻ പോകുന്നത് ലീഡർഷിപ്പാണ്. പക്ഷെ ലീഡർഷിപ്പ് പറയുന്നതിന് മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു 4 പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട്. നമുക്ക് എല്ലാ ഏരിയയും കവർ ചെയ്ത് പോകാൻ പറ്റില്ല, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോർഷൻ ഉണ്ട്. അതായത് നമ്മുടെ മണി മാനേജ്മെന്റ്, മെറ്റീരിയൽ മാനേജ്മെന്റ്, മാൻ പവർ മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്. ഇതിൽ മാൻ പവർ മാനേജ്മെന്റും മെറ്റീരിയൽ മാനേജ്മെന്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിന് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. മെറ്റീരിയൽ മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മൾ ഉണ്ടാകാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്രീവിയസ് ഒക്കെ എടുത്ത് നോക്കുമ്പം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക. അപ്പൊ ഈ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് 4 സ്റ്റെപ്പ് ഉണ്ട്. അതാണ് ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഏതൊക്കെയാണ്? ആദ്യം ഓർഡറിങ്, അത് കഴിഞ്ഞ് സ്റ്റോറിങ്, ഇഷ്യൂയിങ്, കൺട്രോൾ ആൻഡ് മെയിൻ്റനൻസ്. ഈ 4 സ്റ്റെപ്പ്. ഇതിലെ അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള കൺട്രോൾ ആൻഡ് മെയിൻ്റനൻസ്, അത് വേണമെങ്കിൽ 2 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അതും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ നിന്ന് നോക്കി പോകാനുള്ള സമയമില്ല. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വരാൻ വളരെ സാധ്യതയുള്ളതും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി ടൈം മാനേജ്മെന്റ് നിങ്ങൾക്കറിയാം. എന്തിനാണ് ടൈം മാനേജ്മെന്റ് എന്ന് നമുക്കറിയാം. അതെല്ലാം നമ്മൾ വായിക്കുക. മണി മാനേജ്മെന്റിലെ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ മണി ഓർത്ത് വെക്കുക. പെറ്റി ക്യാഷ് പഠിക്കുക. ബാക്കിയുള്ളതും വായിച്ചു വെച്ചിരിക്കുക. വളരെ കുറച്ച് പോർഷനാണ് മാനേജ്മെന്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഒന്നും ഒഴിവാക്കാനില്ല. എല്ലാത്തിനെയും നല്ലപോലെ ഒന്ന് വായിക്കുക. ഇനി നമ്മൾ പറഞ്ഞ എസ്സേ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഫങ്ഷൻസ്, പ്രിൻസിപ്പിൾസ്, അതൊക്കെ പഠിക്കുക. അതിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കീവേഡ്സും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര എഴുതിയെന്നുള്ളതിലല്ല, എന്ത് എഴുതിയെന്നുള്ളതിലാണ് മാർക്ക് ഇരിക്കുന്നത്. ഇപ്പം ഒരു എസ്സേ പോലെ എഴുതി വെച്ച് ആ എസ്സേ നമ്മൾ എഴുതുമ്പം അത് ഒരുപാട് വലിച്ച് നീട്ടി 2.5-3 പേജായിട്ട് എഴുതുന്നതിനേക്കാളും പോയിന്റ് ആയിട്ട്, അല്ലെങ്കിൽ എഴുതുന്ന പോയിന്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ അണ്ടർലൈൻ ചെയ്ത് വെച്ച് പോയാൽ നോക്കിക്കാണുന്ന ആൾക്കാർക്ക് അതൊരു എളുപ്പമുള്ള കാര്യമായിരിക്കും. പിന്നെ നമ്മളുടെ 2-3 പേജ് വായിക്കാനുള്ള ഒരു സാഹചര്യം ഒരു ടീച്ചർമാർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എഴുതി പോവുക. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് അണ്ടർലൈൻ ചെയ്യുക. ഈ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം ഇതേപോലെയുള്ള കീവേഡ്സ് ആണ്. ആ കീവേഡ്സ് എല്ലാത്തിലും ഉൾപ്പെടുത്തിയിരിക്കണം. അടുത്തത് ലീഡർഷിപ്പ് ആണ്. ലീഡർഷിപ്പിൽ നമുക്ക് പറയാനുള്ളത് എന്താണ് ഒരു ലീഡർ എന്നുള്ളത് ആദ്യം എഴുതണം. ലീഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ഏതൊരു വർക്ക് നടന്നോട്ടെ, ആ വർക്ക് നടക്കുന്ന സമയത്ത് അവിടുത്തെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാനും അവിടെയുള്ള വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാനും ആ ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ എഫക്റ്റീവായിട്ട് നടക്കാനും വേണ്ടി ആരാണോ ഒരാൾ അവരെ നിയന്ത്രിക്കുന്നതും ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റും ചെയ്യുന്നത്, അയാളെയാണ് നമ്മളൊരു ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലീഡർഷിപ്പ് തന്നെ ഒരുപാട് തരത്തിലുണ്ട്. ഇതിൽ നമ്മൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് 3 ടൈപ്പ് ലീഡർഷിപ്പ് ആണ്. ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക് ആൻഡ് ലെയ്സിസ്ഫെയർ. ഇതിൽ ഈ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് നമുക്ക് ആ വാക്കിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരാള് നമ്മളെ ഭരിക്കുന്നു. അതാണ് ഓട്ടോക്രസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓട്ടോക്രസി ഉള്ള രാജ്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ്. ലീഡർ നമ്മളെ ഭരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കവിടെ എന്തില്ല? നമുക്കവിടെ പ്രത്യേകിച്ച് റോൾ ഒന്നുമില്ല. അതായത് ബാക്കി വർക്കേഴ്സിന് റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അധികാരം എല്ലാം ആർക്കാണ്? ലീഡറിനാണ്. നമ്മൾ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് നമ്മൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഈ പട്ടാളം അല്ലെങ്കിൽ ആർമി, നേവി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണപ്പെടുന്നത് ഇങ്ങനത്തെ ലീഡർഷിപ്പാണ്. കാരണം ക്യുക്കായിട്ട് ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യങ്ങളിലും പിന്നെ അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഡിസിഷൻ എടുക്കാനും അതായത് ബാക്കി ഇങ്ങനെ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന്, ലീഡറിനെ നമുക്ക് പേടിയായതുകൊണ്ട് തന്നെ എല്ലാവരും കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ഇല്ല, പക്ഷെ ചെയ്യുന്ന മേഖലകളിലെല്ലാം വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പാണ്. ഇനി പറയുന്ന രണ്ടാമത്തതാണ് ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്ററി ലീഡർഷിപ്പ്. അത് ആ പേരിൽ തന്നെ ഉണ്ട്, ഡെമോക്രസി അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി. എല്ലാവർക്കും ഒരു
എന്തുണ്ട്, റോൾ ഉണ്ട് ചെയ്യാൻ. അതായത് നമ്മുടെ ലീഡർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. മോട്ടിവേറ്റ് ചെയ്തിട്ട് എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യുക. അതാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്. അപ്പൊ ഈ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് നമ്മൾ കാണുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ഗ്രൂപ്പായിട്ട് ഒരു തീരുമാനം എടുക്കുന്നു, ഒരു പുതിയൊരു പ്രവൃത്തി ചെയ്യാൻ പോകുന്ന സമയത്ത് എല്ലാവരോടും ചോദിച്ച് എല്ലാവർക്കും അതിനകത്ത് പങ്കെടുക്കാനും അതിൽ തീരുമാനം എടുക്കാനും എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാവർക്കും അതിനകത്തൊരു പങ്ക് വഹിക്കാൻ പറ്റുന്നതിനെയാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഡെമോക്രാറ്റിക് ആണ്. അത് നമുക്കൊരു വൺ വേർഡ് ആയിട്ട് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ലീഡർഷിപ്പ്. പക്ഷെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ലീഡർഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഓട്ടോക്രാറ്റിക് ആണ്. ക്വസ്റ്റ്യൻ കണ്ടിട്ടേ ഉത്തരം എഴുതാവുള്ളൂ. ഇപ്പൊ എഫക്റ്റീവ് എന്ന വാക്കിലല്ല, ഏത് സാഹചര്യത്തിലെന്നനുസരിച്ച് ഉത്തരം മാറും. അടുത്തത് ലേസി സ്ഫെയർ ലീഡർഷിപ്പ്. അത് നമുക്ക് ഓർത്ത് വെക്കാമെന്ന് പറഞ്ഞാൽ ലേസി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ലേസി എന്ന് പറഞ്ഞാൽ ഒരു മടിയനായത്. ഇവിടുത്തെ ലീഡർഷിപ്പ് മടിയനല്ല, പക്ഷെ ഒരു മടിയനെ പോലെ നമുക്ക് തോന്നും. കാരണം ഇവിടെ ലീഡർഷിപ്പിന് ലീഡറിന് ശരിക്കും ഒരു ഫംഗ്ഷൻ ഇല്ല. ലീഡർ ചെയ്യാന്ന് പറഞ്ഞാല് ഇവർക്ക് വേണ്ട റിസോഴ്സസും കാര്യങ്ങളും ഒക്കെ അലോക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതും വർക്ക് ചെയ്യുന്നതും ഓരോ വർക്കേഴ്സും സ്വന്തമായിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കും ഇവിടെ എന്തിനാണ് ലീഡർ എന്ന്. പക്ഷെ ഇവിടെ ലീഡർ ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഫംഗ്ഷൻ മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണം ഇവിടെ ഈ ലീഡർഷിപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം എന്ന് പറയാൻ, എല്ലാവരും ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള, എല്ലാവർക്കും നല്ല അറിവുള്ള സാഹചര്യങ്ങൾ, നല്ല നോളജ് ഉള്ള സാഹചര്യങ്ങളിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മളിത് കണ്ടുവരുന്നത്. അതായത് ഈ IT പ്രൊഫഷണൽ, അതായത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്നൊക്കെ പറയുന്ന കൂടിയ പ്രൊഫഷണൽസിൽ കണ്ടുവരുന്ന ഒരു തരം ലീഡർഷിപ്പിന്റെ ഒരു മെത്തേഡാണ് ലേസി സ്ഫെയർ. അപ്പം ഓട്ടോക്രാറ്റിക് ഉണ്ട്, ഡെമോക്രാറ്റിക് ഉണ്ട്, ലേസി സ്ഫെയർ ഉണ്ട്. ലേസി സ്ഫെയർ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഹൈലി ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൽ ഓർത്ത് വെക്കേണ്ടത്, ലേസി സ്ഫെയർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ ലെറ്റ് ഗോ അല്ലെങ്കിൽ ഒരു ഫ്രീ റൈഡ് എന്നാണ്. അതായത് ഇങ്ങനെ പോകാം, ഇതൊരു ഫ്രീ റൈഡാണ്. നമുക്ക് നമ്മളെ അധികാരം തരാനോ നമ്മളോട് തീരുമാനം എടുക്കാനോ ഒന്നിനുമില്ല. ഒരു ലീഡർ ഇൻഡ്യൂസ്ഡ് മോട്ടിവേഷൻ ഇവിടെ ഇല്ല. പക്ഷെ ഒരു ലീഡർ ഉണ്ട്, നമ്മുടെ കാര്യങ്ങളിലെല്ലാം നമുക്ക് അലോക്കേറ്റ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു ലീഡർ ഉണ്ട്. അല്ലാതെ ഈ ലീഡറിനെ കൊണ്ട് നമുക്ക് ശരിക്കും വലിയ ഫംഗ്ഷൻ ഒന്നുമില്ല. ലീഡർ ഒരു ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരാളല്ല. ഓക്കെ, ഇത്രയായിരുന്നു നമുക്ക് പറയാനുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. 50 മാർക്കിനുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. അപ്പം ഒരുപാട് ടെൻഷൻ ഒന്നും വേണ്ട. ഇനി ഒരു ദിവസം കൂടി ഉണ്ട്. നമ്മുടെ ഫങ്ഷൻസും പ്രിൻസിപ്പിൾസും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെറ്റീരിയൽ മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ, മാൻ പവർ മാനേജ്മെന്റ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിനും എസ്സേ ആയിട്ടും ചോദിക്കാം, പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളതും 2 മാർക്കിനും ഒക്കെ ചോദിക്കാം. അതുകൊണ്ട് എല്ലാം വളരെ സമാധാനത്തിൽ വായിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വായിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പം ബാക്കി പോർഷൻസ് അടുത്ത വരുന്ന ഫാക്കൾട്ടി മാഡം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എല്ലാവർക്കും സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാനേജ്മെന്റ് കഴിഞ്ഞു. മാനേജ്മെന്റ് ആണ് നമ്മുടെ കോർ ഏരിയ എന്ന് പറഞ്ഞ പേപ്പർ 3-ലെ സെക്കൻഡ് ടോപ്പിക് ആണ് LSGI അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. LSGI എന്ന് മാക്സിമം ഒരു 10 അല്ലെങ്കിൽ 20 മാർക്കിനെ ചോദിക്കാറുള്ളൂ. പക്ഷെ ചോദിക്കുമ്പോൾ അത് 5 മാർക്കിന് അല്ലെങ്കിൽ എസ്സേ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരുന്നത്: 3 ടയർ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി 5 മാർക്കിന് എഴുതാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ രണ്ടും കണ്ട് പേടിക്കരുത്, രണ്ടും സെയിം തന്നെയാണ്. പഞ്ചായത്ത് രാജ് സിസ്റ്റം ആണ് 3 ടയർ സ്ട്രക്ചർ എന്ന് അറിയാലോ. ഓക്കെ, അപ്പൊ അടുത്ത് പറയാൻ പോകുന്നത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയാണ്. അപ്പോൾ താഴെ തന്നെ വില്ലേജ് ലെവൽ ഉണ്ട്. ഏറ്റവും താഴെയുള്ള ലെവലാണ് വില്ലേജ് ലെവൽ. അതിന്റെ വേറെ പേരാണ് എന്ത്? ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്ത് എന്നറിയപ്പെടുന്നു. ദെൻ ബ്ലോക്കില് പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ജൻപദ് പഞ്ചായത്ത് എന്നറിയപ്പെടുന്നു. ദെൻ ഡിസ്ട്രിക്റ്റില് ജില്ലാ പരിഷത്ത് എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇത് ഇത്രയാണ് പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ 3 ടയർ സിസ്റ്റംസ്. അപ്പൊ ഇതിനെ പറ്റി നമുക്ക് ബാക്കി വിശദമായിട്ട് പറയാം. അതിനു മുന്നേ നമുക്ക് പ്രീവിയസ് ഇയർലി 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നേരിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്.
കുടുംബശ്രീ, ബ്ലോക്ക് പഞ്ചായത്ത്, ഡീസെൻട്രലൈസേഷൻ, ഗ്രാമസഭ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ന്യായസഭ എന്നൊക്കെ. ഫസ്റ്റ് തന്നെ കുടുംബശ്രീ. കുടുംബശ്രീ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള വേർഡ് ആയിരിക്കും അല്ലെ? പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് വുമൺ എംപവർമെന്റിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് കുടുംബശ്രീ. 1998 ഗവൺമെന്റ് ഓഫ് കേരള ലോഞ്ച് ചെയ്തതാണ് കുടുംബശ്രീ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് സ്ത്രീകളുടെ കൂട്ടായ്മകളൊക്കെ നമ്മൾ എല്ലാവരും കാണുന്നതല്ലേ, അവരുടെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ആ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ പ്രൊമോട്ട് ചെയ്യാനും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആകാനും അതിനുമാണ് കുടുംബശ്രീ ലോഞ്ച് ചെയ്തത്. ഓക്കെ, സ്ത്രീ ശാക്തീകരണം എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ പറഞ്ഞു പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലെ സെക്കൻഡ് ലെവൽ അല്ലെ, ബ്ലോക്ക് പഞ്ചായത്ത്. അഥവാ വേറെ പേരെന്തായിരുന്നു? അതെ, പഞ്ചായത്ത് സമിതി എന്നറിയപ്പെടുന്നു. അപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് പറ്റി 2 മാർക്ക് എന്നൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ 2 മാർക്കിന് ചോദിക്കുമ്പോൾ മാക്സിമം നിങ്ങൾ ഒരു 6 ലൈൻ അല്ലെങ്കിൽ 5 or 6 സെന്റൻസ് എഴുതിയാൽ മതി കേട്ടോ. അധികം എഴുതാൻ നിൽക്കണ്ട, 6 or 5 സെന്റൻസ് എഴുതിയാൽ മതി. നമുക്ക് എസ്സേയും 5 മാർക്കും ഒക്കെ കിടക്കുവാണ്. അപ്പം സമയം കിട്ടത്തില്ല നമ്മൾ 2 മാർക്കിൽ തന്നെ കുറെ എഴുതിക്കൊണ്ടിരുന്നാൽ. ഓക്കെ, അപ്പൊ ഒരു 5 or 6 ലൈൻസിൽ ലിമിറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ബ്ലോക്ക് പഞ്ചായത്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വേറെ പേരാണ് പഞ്ചായത്ത് സമിതി. അത് 2 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ വേറെ പേര് എഴുതുക, അത് ഏത് ലെവലാണെന്ന് എഴുതുക, ഈ മെയിൻ ഫങ്ഷൻസ് എഴുതുക. അതായത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റവും താഴത്തെ ലെവലും, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഡിസ്ട്രിക്ട് ലെവലിന്റെ ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ബ്ലോക്ക് പഞ്ചായത്താണ്. മെയിൻലി അവർ പ്ലാനിങ്ങിനും അതുപോലെ തന്നെ ഡെവലപ്മെന്റിനും വേണ്ടിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് ലെവലിൽ പ്ലാനിങ്ങും ഡെവലപ്മെന്റിന്റെ ഫംഗ്ഷൻ ആരായിരിക്കും? ബ്ലോക്ക് പഞ്ചായത്ത് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ബ്ലോക്കിന് വേണ്ടി പുതിയ പുതിയ സ്കീംസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ബ്ലോക്ക് പഞ്ചായത്താണ്. ഓക്കെ, 2 മാർക്കിൽ നിങ്ങൾക്ക് എഴുതാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്ര മതി. ദെൻ ഡീസെൻട്രലൈസേഷൻ, അതൊരു പുതിയ വേർഡാണോ? അതല്ലേ, പുതിയ വേർഡാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ ടോപ്പ് അതോറിറ്റിക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? താഴെത്തട്ടിലുള്ള എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോ നമ്മള് ലോവർ ലെവൽസിലോട്ട് പവർ കൊടുക്കുന്നു. അതാണ് ഡീസെൻട്രലൈസേഷൻ. ടോപ്പ് ലെവല് ലോവർ ലെവൽസിലോട്ട് പവർ കൊടുക്കുന്നു. അപ്പൊ എന്തിനു സഹായിക്കുന്നു? ബെറ്റർ ആയിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാനും പ്ലാനിങ്ങിനും ഡെവലപ്മെന്റിനും ഒക്കെ സഹായിക്കും. ഓക്കെ, ഡീസെൻട്രലൈസേഷൻ കിട്ടിയോ? അത് അത്രേ ഉള്ളൂ. ലോ ലെവലിലോട്ട് പവർ കൊടുക്കുന്നു, അപ്പൊ കുറച്ചുകൂടി നന്നായിട്ട് ഡിസിഷൻ മേക്കിങ്ങും പ്ലാനിങ്ങിനും ഒക്കെ സഹായിക്കുന്നു. മെയിൻലി പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിളും എൻഗേജ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഡീസെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാമസഭ. നിങ്ങൾ ഗ്രാമസഭ നോക്കാതെ പോയില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഒന്നും കൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാണ്. ഗ്രാമസഭ എന്തായാലും നോക്കിയിരിക്കുക. നമ്മുടെ വില്ലേജ് പഞ്ചായത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലെ താഴെത്തട്ടിലുള്ള വില്ലേജ് പഞ്ചായത്തിലെ ബേസിക് യൂണിറ്റ് ആണ് ഗ്രാമസഭ. ഗ്രാമസഭ നമുക്ക് അറിയാലോ, നമ്മുടെ നാട്ടിലുള്ള മിക്ക അഡൾട്ട്, അതായത് 18 വയസ്സിന് മുകളിലുള്ള അഡൾട്ട്സ് എല്ലാവരും കൂടെ ചേരുന്നതാണ് ഒരു ഗ്രാമസഭ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഒരു ടേം ആണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഓരോ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനും കുറച്ച് പെർമനന്റ് ബോഡീസ് ഉണ്ട്. അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു അതോറിറ്റിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് ഫിനാൻസിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്തിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഡെവലപ്മെന്റിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ്, സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതാണ് ഓരോ കമ്മിറ്റീസ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ് ഉള്ളപ്പോ വീണ്ടും ബെറ്റർ പ്ലാനിങ്, ഫിനാൻസ് തന്നെ ആ കമ്മിറ്റിക്ക് തന്നെ ഫിനാൻസിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പൊ അവരുടെ പ്ലാനിങ്, അവരുടെ മാനേജ്മെന്റ് ഓഫ് ദീസ് ഏരിയ, അതൊക്കെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ചോദിക്കുകയാണെങ്കിൽ അത് എന്താണെന്ന് എഴുതുക. എന്നിട്ട് പോയിന്റ് ആയി ഫിനാൻസ്, ഹെൽത്ത്, ഡെവലപ്മെന്റ്, സോഷ്യൽ വെൽഫെയർ അങ്ങനെ എഴുതുക. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടി ഫംഗ്ഷൻ എഴുതുന്നതാണ് ബെറ്റർ പ്ലാനിങ്, എൻഷുവേഴ്സ് ബെറ്റർ പ്ലാനിങ് ആൻഡ് കണ്ടിന്യൂസ് മാനേജ്മെന്റ് ഓഫ് ദീസ് ഏരിയാസ്. ഓക്കെ, ദെൻ വരുന്നതാണ് ന്യായസഭ. നമ്മുടെ വില്ലേജ് ലെവലിൽ തന്നെ ഏത് ലെവലാണത്? ജുഡീഷ്യൽ ഓർഗൻ എന്ന് അറിയപ്പെടുന്നതാണ് ന്യായസഭ. ഒരു ന്യായസഭ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ന്യായ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 5 വില്ലേജ് പഞ്ചായത്തിനാണ്. 5 വില്ലേജ് പഞ്ചായത്തിന് ഒരു ന്യായ പഞ്ചായത്ത്, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഡീൽസ് വിത്ത്
സിവിൽ കേസസ് ആൻഡ് മൈനർ ക്രിമിനൽ ഒഫൻസസ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ അല്ലെ, ന്യായസഭ. സിവിൽ കേസസും മൈനർ ക്രിമിനൽ ഒഫൻസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ആരാണ്? ന്യായസഭയാണ്. ന്യായസഭ, ന്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലോ, കേട്ടോ, ലോ. അത് ആലോചിച്ച് എഴുതുക. 2 മാർക്കിന് ചോദിക്കുമ്പോൾ ഒരു നാല് പോയിന്റ് ഒക്കെ എഴുതിയാൽ മതി കേട്ടോ. മാക്സിമം 4 പോയിന്റ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ 6 പോയിന്റ് എഴുതുക. ഓക്കെ. ദെൻ നമ്മൾ എപ്പോഴും, ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞു, LSG ചെയ്യുന്ന മെയിൻ ആയിട്ടും ചോദിക്കുന്നത് 5 മാർക്കിന് അല്ലെങ്കിൽ SI ആയിരിക്കും. ഓക്കെ. ദെൻ SI ചോദിക്കുന്നത് എപ്പോഴും 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം കേട്ടോ, അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് തന്നെ ചോദിക്കും ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ എസ് എഴുതുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്നതിന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ആദ്യം 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് വില്ലേജ്, ഏറ്റവും താഴെ ലെവൽ ആരാണ്? വില്ലേജ്. വില്ലേജിന്റെ വേറെ പേരും അതിന്റെ കൂടെ തന്നെ എഴുതി പോവാ. വില്ലേജിന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വില്ലേജിന്റെ വേറെ പേര് ഗ്രാമപഞ്ചായത്ത്, അതിന്റെ കൂടെ തന്നെ എഴുതി പോവാ. താഴെ ബ്ലോക്ക് ലെവൽ, അത് പഞ്ചായത്ത് സമിതി എന്ന് എഴുതി പോവാ. ഡിസ്ട്രിക്ട് ലെവല് ജില്ലാ പരിഷത്ത് എന്ന് എഴുതുക. എന്നിട്ട് 1 എന്നിട്ടിട്ട് വില്ലേജ് ലെവൽ കൊടുക്കുക. 1 ഇട്ട് വില്ലേജ് ലെവൽ കൊടുത്തിട്ട് താഴെ വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആരൊക്കെയാണുള്ളത് വില്ലേജ് ലെവലില്? ഗ്രാമസഭ, ഗ്രാമപഞ്ചായത്ത്, ന്യായ പഞ്ചായത്ത്. ഓക്കെ. 3 ആയിട്ട് പോയിന്റ് ഇട്ട് എഴുതിയിട്ട് വേണം അടുത്ത ഹെഡിങ് ആയിട്ട് വേണം ഗ്രാമസഭ എന്ന് എഴുതിയിട്ട് അതിനെ പറ്റി 2-3 സെന്റൻസ് എഴുതാൻ. ഓക്കെ. സെന്റൻസ് എഴുതുമ്പോൾ നമ്മൾ അത് എന്താണെന്ന് എഴുതുക. മെയിൻ ആയിട്ടും പറയല്ലോ, ഗ്രാമസഭ എന്താണ്? ബേസിക് യൂണിറ്റ് ഓഫ് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് എന്താണ്? എക്സിക്യൂട്ടീവ് യൂണിറ്റ് ആണ്. അതേസമയം ന്യായ പഞ്ചായത്ത് ജുഡീഷ്യൽ യൂണിറ്റ്. അങ്ങനെ ഈ യൂണിറ്റിന്റെ പേരെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം. ഓക്കെ. പിന്നെ നമ്മൾ അടുത്തതാണ് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് എഴുതുമ്പോൾ എക്സിക്യൂട്ടീവ് ഓർഗൻ എഴുതിയല്ലോ. എന്നിട്ട് പോപ്പുലേഷൻ എഴുതാം. ഗ്രാമസഭയിൽ നമ്മൾ അങ്ങനെ പോപ്പുലേഷൻ പറയുന്നില്ല, ബാക്കിയുള്ളതിനൊക്കെ എന്ത് പറയുന്നുണ്ട്? പോപ്പുലേഷൻ പറയുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ എത്ര പോപ്പുലേഷൻ അറിയോ? അതെ, ഒരു 5,000 15,000 പോപ്പുലേഷൻ ആണ് ഗ്രാമപഞ്ചായത്തിൽ പറയുന്നത്. ഓക്കെ. അതിന്റെ ഹെഡ് ആരാണെന്ന് എഴുതുക. ഹെഡ് ആരാണ്? പ്രസിഡന്റ് അഥവാ സർപഞ്ച്, അങ്ങനെയൊക്കെ പറയുന്ന ആരാണ്? ഗ്രാമപഞ്ചായത്തിൽ ഹെഡ് ആണ്. ഓക്കെ. അപ്പൊ നമ്മള് ഗ്രാമസഭ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന് എഴുതിയിട്ട് ആദ്യം എന്ത് എഴുതുക? പോപ്പുലേഷൻ എഴുതുക, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓർഗൻ എഴുതിയിട്ട് പോപ്പുലേഷൻ എഴുതുക, ഹെഡ് ആരാണെന്ന് എഴുതുക. ഓക്കെ ആണേ. അടുത്ത 2 എന്ന് കൊടുത്തിട്ട് ആരെഴുതുക? ബ്ലോക്ക് ലെവൽ എഴുതുക. നമ്മൾ 1 വില്ലേജ് എഴുതി 3 ആയി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഗ്രാമസഭ എന്താണ്, ഗ്രാമപഞ്ചായത്ത് എന്താണ്, ന്യായ പഞ്ചായത്ത് എന്താണ് എന്ന് കുറച്ച് ഒരു 4 വരി അതിനെ പറ്റി എഴുതി. ദെൻ 2 കൊടുത്തിട്ട് ബ്ലോക്ക് ലെവൽ എഴുതുക. ഓക്കെ. ബ്ലോക്ക് ലെവൽ നമുക്കറിയാലോ, കുറച്ച് എഴുതുക. അതായത് 100 വില്ലേജ് ചേരുന്നതാണ് ഒരു ബ്ലോക്ക്. ഓക്കെ. എന്നിട്ട് അതിൽ പോപ്പുലേഷൻ ഇത്ര ഉണ്ട്, അതിന്റെ ഹെഡ് ഇതാണ്, ഫങ്ഷൻസ് ഇത്രയാണ്. അങ്ങനെ സ്ട്രക്ചേർഡ് രീതിയിൽ എഴുതി പോവാം. പോപ്പുലേഷൻ എത്ര കാണും ഒരു ബ്ലോക്ക് ലെവലില്? ഒരു 80,000 to 1,20,000 ആണ് ബ്ലോക്ക് ലെവലിലെ പോപ്പുലേഷൻ. ഓക്കെ. ദെൻ ഹെഡ് ആരാണ്? നമ്മുടെ BDO ആണ് ഹെഡ്. പിന്നെ അതിനെ പറ്റിയുള്ള ഫങ്ഷൻസ്, ബ്ലോക്ക് ലെവലിലെ ഫങ്ഷൻസ് എഴുതാം. ഓക്കെ. ബ്ലോക്ക് ലെവലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? പിന്നെ നമ്മള് 3 എന്ന് കൊടുത്തിട്ട് ഡിസ്ട്രിക്ട് ലെവൽ എഴുതാം. ഡിസ്ട്രിക്ട് ലെവൽ എന്താണ്? റൂറൽ ഏരിയയുടെ ഏറ്റവും ഹൈയസ്റ്റ് ലെവലാണ് ഡിസ്ട്രിക്ട് ലെവല്. ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നത് അത് ഇവിടെയും നമുക്ക് എഴുതാം കേട്ടോ, അതിന്റെ വേറെ പേര് ഇവിടെയും എഴുതാം. ദെൻ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെഡ് ആര്? അതൊരു സൂപ്പർവൈസിംഗ് ബോഡി ആണെന്ന് അറിയാലോ. ഡിസ്ട്രിക്ട് ലെവലാണ് സൂപ്പർവൈസിംഗ് ബോഡി. അങ്ങനെ കുറച്ച് പോയിന്റ് ഉണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന കുറച്ച് പോയിന്റ് ഉണ്ട്. അത് അണ്ടർലൈൻ ചെയ്ത് എഴുതാം കേട്ടോ. അതായത് ഡിസ്ട്രിക്ട് ലെവലിന്റെ ഹെഡ് വന്നിട്ട് കളക്ടർ ആണ്. പക്ഷേ കളക്ടർ എന്താണ്? നോൺ വോട്ടിംഗ് മെമ്പർ ആണ്. അത് വേണമെങ്കിൽ 1 മാർക്കായിട്ട് ചോദിക്കാം. നോൺ വോട്ടിംഗ് മെമ്പർ എന്ന് ചോദിക്കാം. ഡിസ്ട്രിക്ട് ലെവലിൽ നോൺ വോട്ടിംഗ് മെമ്പർ ആരാന്ന് ചോദിച്ചാൽ എന്ത് എഴുതും? കളക്ടർ. ഓക്കെ. ഇങ്ങനെ വേണം എസ് എഴുതാം. നമ്മൾ സ്ട്രക്ചേർഡ് എഴുതാം. അപ്പം നോക്കുന്ന ടീച്ചറിന് ഇച്ചിരി ഒരു മാർക്ക് കൊടുക്കാമെന്ന് തോന്നും കേട്ടോ. ഇത്രയാണ് മെയിൻ ആയിട്ടും ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി, നിങ്ങൾക്ക് മാർക്ക് എന്തായാലും സ്കോർ ചെയ്യും. ഈ നീറ്റ് എഴുതിയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ. ദെൻ 5 മാർക്കിന് ചോദിക്കുകയാണ്, വില്ലേജ് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ, ഇതെല്ലാം എഴുതണ്ട കേട്ടോ. ആദ്യം ഒന്ന് പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തിട്ട് വില്ലേജ് ലെവൽ, ബ്ലോക്ക് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ എന്ന് ജസ്റ്റ് എഴുതിയിട്ട്
വില്ലേജ് ലെവലിൽ എടുത്തെഴുതി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 പോയിന്റ് വീണ്ടും എടുത്തെഴുതി ഗ്രാമസഭ, ഗ്രാമപഞ്ചായത്ത്, ന്യായ പഞ്ചായത്ത് എഴുതിയിട്ട് വീണ്ടും ഗ്രാമസഭ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ എഴുതുക. എന്നിട്ട് വേണമെങ്കിൽ ബ്ലോക്ക് ലെവലും ഡിസ്ട്രിക്ട് ലെവലും ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 5 മാർക്കിന് ചോദിക്കാണ്ട്. ഗ്രാമസഭ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു. കുറച്ച് 1 മാർക്ക് ചോദിക്കുന്ന ഇവിടെ കുറച്ച് മഴയുണ്ട്, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നതായിരിക്കും അല്ലേ? അവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴ പെയ്യുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഓഡിയോ ഇന്റർഫിയറൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോ 1 മാർക്കിന് നമുക്ക് LSJ സാധ്യത കുറവാണ്, എന്നാലും നമുക്ക് എന്നാലും റിസ്ക് എടുക്കണ്ടല്ലോ, ഒന്ന് അറിഞ്ഞിരിക്കാം. എക്സിക്യൂട്ടീവ് ഓർഗൻ ഓഫ് ഗ്രാമസഭ ഏതായിരിക്കും? ഗ്രാമപഞ്ചായത്ത്. ജുഡീഷ്യൽ ഓർഗൻ ഓഫ് ഗ്രാമസഭ ഏതാ? ന്യായ പഞ്ചായത്ത്. അപ്പൊ ബേസിക് ഏതായിരിക്കും? ബേസിക് യൂണിറ്റ് എന്ന് വെച്ചാല് അത് ഗ്രാമസഭ തന്നെയാണ് കേട്ടോ. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനമാണ്, നമ്മളിപ്പോ എസ് എഴുതുമ്പോൾ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് പഞ്ചായത്ത് രാജ്. ആരാണെന്നറിയോ? രാജസ്ഥാൻ. അതൊക്കെ ഫസ്റ്റ് നിങ്ങൾ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ പോയിന്റ് ഒക്കെ ഫസ്റ്റ് ആദ്യം തന്നെ എഴുതണം, ലാസ്റ്റ് കൊണ്ട് ചെയ്താൽ നിൽക്കരുത്. ഫസ്റ്റ് തന്നെ എഴുതുക, എന്നിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അണ്ടർലൈൻ ചെയ്യാൻ മടിക്കരുത് കേട്ടോ. നമ്മള് മാക്സിമം അണ്ടർലൈൻ ചെയ്ത് തന്നെ പോകും. ലാസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാന്ന് പറഞ്ഞു നിന്നാല് നമ്മൾ മറക്കും, ചിലപ്പോൾ സമയം കിട്ടത്തില്ല. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ് ആരാണ്? രാജസ്ഥാനാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെക്കൻഡ് ആരാന്നറിയോ? സെക്കൻഡ് ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ ഫാദർ ഓഫ് പഞ്ചായത്ത് രാജ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെ? ഫാദർ ഓഫ് പഞ്ചായത്ത് രാജ് ആരാണ്? ബൽവന്ത് റായ് മേത്ത. ദെൻ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നാരെന്നറിയോ? മഹാത്മാഗാന്ധിയാണ് ഗ്രാമസ്വരാജ് എന്ന ആശയം കൊണ്ടുവന്നത്. പിന്നെ നമുക്ക് വീണ്ടും എസ് എയിലും അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് പഞ്ചായത്ത് രാജ് എന്ന് വന്നു, ഏത് വർഷം വന്നു എന്ന് ആഡ് ചെയ്യാം. 1993 ഏപ്രിൽ 24-നാണ് പഞ്ചായത്ത് രാജ് വന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 24 എന്തായിട്ട് ആചരിക്കുന്നു? നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ ആയിട്ട് ആചരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ എക്സ്ട്രാ പോയിന്റ് ആണ്, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയൊക്കെ എക്സ്ട്രാ എഴുതിയാല്. ദെൻ 73rd അമെന്റ്മെന്റിലാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നെന്ന് അറിഞ്ഞിരിക്കുക. 74th അമെന്റ്മെന്റിലാണ് മുനിസിപ്പാലിറ്റീസ് കൊണ്ടുവന്ന് അറിഞ്ഞിരിക്കുക. 73rd അമെന്റ്മെന്റിൽ പഞ്ചായത്ത് രാജ്, 74th മുനിസിപ്പാലിറ്റീസ് വന്നു. ഒരു പ്രീവിയസ് ഇയർലി ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, മുനിസിപ്പാലിറ്റിയുടെ ഹെഡ് ആരാണെന്ന്. മുനിസിപ്പാലിറ്റിയുടെ ഹെഡ് ആരാ അറിയോ? മുനിസിപ്പാലിറ്റിയുടെ ഹെഡ് പ്രീവിയസ് ഇയർലി ചോദിച്ചതാണ് 1 മാർക്കിന്. മുനിസിപ്പാലിറ്റി ഹെഡ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ചെയർപേഴ്സൺ ആണ് മുനിസിപ്പാലിറ്റിയുടെ ഹെഡ് കേട്ടോ. മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഹെഡ് ആരാണ്? അതെ, നമ്മുടെ മേയറാണ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഹെഡ് കേട്ടോ. ഇത് പ്രീവിയസ് ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോ ഇത്രയാണ് നമ്മുടെ LSG വരുന്നത്. LSGയിൽ നിങ്ങൾക്ക് മെയിൻ ഞാൻ പറഞ്ഞ പോലെ 5 മാർക്ക് എന്തായാലും ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോവാ. ഓക്കെ, വേറെ പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിരിക്കും എക്സാം. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നല്ലോണം എഴുതാൻ നോക്കുക, സബ്ജക്ട് രീതി എഴുതുക കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ എഴുതിയാൽ മതി, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത സബ്ജക്ട് നെക്സ്റ്റ് ഫാക്കൽറ്റി എടുക്കുന്നതായിരിക്കും. താങ്ക് യു. ഹലോ, ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പം നേരത്തെ ക്ലാസ് എടുത്ത 2 ഫാക്കൽറ്റീസ് എടുത്ത 2 പാഠങ്ങൾ, മാനേജ്മെന്റും LSGയും, രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഇത്ര ഇമ്പോർട്ടൻസ് ഞാൻ മറ്റ് 2 ഇനി വരുന്ന ഈ പബ്ലിക് ഹെൽത്ത് ആക്ടിനും പ്രൊജക്റ്റിനും പറയുന്നില്ല. കാരണം മാനേജ്മെന്റും LSGയും പഠിച്ച ഒരാൾക്ക്, അത്യാവശ്യം തറവായിട്ട് പഠിച്ച ഒരാൾക്ക് 70% മുതൽ 80% വരെ മാർക്ക് ഈ 2 പാഠത്തു നിന്ന് തന്നെ കിട്ടും. ഇനി ഒരാൾക്ക് ഫുൾ മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റില്ല, പോട്ടെ, എന്നാലും ഒരു 10% പോട്ടെ, എന്നാലും ഒരു 60%-ഓളം മാർക്ക് ആ 2 ചാപ്റ്ററിൽ നിന്ന് കിട്ടും. നമുക്ക് പാസ്സാവാൻ വേണ്ട മാർക്ക് എത്രയാ? DHICയിൽ 50 മാർക്ക് മതി. അപ്പം മാനേജ്മെന്റ് ഒരു കാരണം വെച്ചാലും ആരും ഒഴിവാക്കരുത്. വളരെ കുറച്ച് ടോപ്പിക്സേ അതിൽ പഠിക്കാനുള്ളൂ. ആ പഠിക്കുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ അത് പഠിക്കുക. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ പ്രിൻസിപ്പിൾസിനും ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിനും കൊടുക്കുക. നെക്സ്റ്റ് LSGI, അതും
ടോപ്പിക്ക് കുറവാണ് പഠിക്കാൻ, അതുകൊണ്ട് അതും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഈ മാഡം ക്ലാസ് എടുത്തതിനകത്തുള്ള പോയിന്റ്സുകളൊന്നും വിട്ടുപോകാതെ ഓർത്തു വയ്ക്കുക. ഇനി പബ്ലിക് ഹെൽത്ത് ആക്ടിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനാണെങ്കിൽ ഒരു കുറേ സാധനങ്ങൾ അതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ എക്സാമിന് ലാസ്റ്റ് വന്നിരുന്നിട്ട് നമുക്ക് ഒരിക്കലും പബ്ലിക് ഹെൽത്ത് ആക്ട് പഠിച്ച് തീർക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. എന്നാൽ ഇനി കഷ്ടപ്പെട്ട് നാളത്തെ ഒരു ദിവസം നിങ്ങൾ മൊത്തം ഇരുന്ന് ഈ പബ്ലിക് ഹെൽത്ത് ആക്ട് ഇരുന്ന് പഠിച്ചെന്നായിരുന്നു. എന്നാലെന്താ, ആകെ ഒരു 10% സാധനമേ അതിൽ നിന്ന് ചോദിക്കുകയുള്ളൂ. ഈ 10% നിങ്ങൾ മറ്റുള്ള മാർക്ക് കളയേണ്ട ആവശ്യമില്ല. അപ്പം ഓൾറെഡി പഠിച്ചവർ ഒന്ന് റിവൈസ് ചെയ്യുക. മറ്റുള്ളവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ആ DHICയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് പഠിക്കുക. അല്ലാതെ ആ പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ പ്രിന്റ് ഔട്ട്സ് കംപ്ലീറ്റ് എടുത്തിട്ട് വായിച്ച് കൊളാക്കേണ്ട കാര്യമില്ല. ഓക്കെ, പബ്ലിക് ഹെൽത്ത് ആക്ടിനെ സംബന്ധിച്ചിടത്തോളം മെയിൻലി ക്വസ്റ്റ്യൻ വരുന്നത് 2 രീതിയിലാണ്. ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനിഷൻസ് ചോദിക്കാം. ആ ഡെഫിനിഷൻ തന്നെ നമുക്ക് 2 മാർക്കിന് ആണ് ആകെ ചോദിക്കാറുള്ളത്. അത് തന്നെ ഒരു കുറേ പഠിക്കാനുണ്ട്. ക്രൈം, വാറന്റ്, ഓഫൻസ്, അതിൽ തന്നെ ഇമ്പോർട്ടൻസ് കൂടുതൽ ഈ ന്യൂസൻസ്, പബ്ലിക് ന്യൂസൻസ്, ജൂറിസ്ഡിക്ഷൻ, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൂടിയ സാധനം തന്നെയാണ്. അപ്പോൾ അതൊക്കെ നോക്കി വയ്ക്കുക. പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ന്യൂസൻസ് ഒക്കെ. അപ്പോൾ അതിൻ്റെതൊക്കെ ഓൾറെഡി എനിക്ക് തോന്നുന്നു PDF ഹെൽത്ത് ഇൻസ്പെക്ടർ ക്രൂവിൻ്റെ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്യുക. നെക്സ്റ്റ് ചോദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഈ പബ്ലിക് ഹെൽത്ത് ആക്ടിൽ ഈ ഓരോ ആക്റ്റും കാര്യങ്ങളുമാണ്. സിനിമ റെഗുലേഷൻ ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അങ്ങനെ ഒരു കുറേ ആക്ട് നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ ഇതൊക്കെ പഠിച്ചിട്ട് പോയാലും 5 മാർക്കിനൊരു ചോദിക്കും. നമുക്ക് പഠിക്കാനാണെങ്കിൽ കുറേ ഉണ്ട്. ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ ആക്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഇയർ പറ്റുമെങ്കിൽ പഠിച്ചു വയ്ക്കുക. വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ഇതിൻ്റെയും സിംപ്ലിഫൈഡ് വേർഷൻസ് ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് വായിക്കുക. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് സാനിറ്ററി അറേഞ്ച്മെന്റ് ഫോർ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവലും, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത് ആക്ട്, അതും ചോദിക്കാം. ഈ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ PDF ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്നുകൂടെ അതിന്റെ PDF ഇട്ട് തരുന്നതായിരിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കുക. അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 മാർക്കിനുള്ള പോയിന്റ്സ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സിംപ്ലിഫൈഡ് ആയിട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. ഒന്ന് വായിച്ച് റെഫർ ചെയ്തിട്ട് പോവുക. അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് കളയണ്ട. ഓക്കെ, ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സാനിറ്ററി അറേഞ്ച്മെന്റ് ഫോർ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ. വലിയ ടോപ്പിക് ആയിട്ട് തോന്നും, പക്ഷെ വളരെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഈ സാനിറ്ററി അറേഞ്ച്മെന്റ് ഫോർ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ. നിങ്ങൾ ഈ 6 പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ മാത്രം മതി. സുഖമായിട്ട് ഇതിന്റെ എസ്എ ക്വസ്റ്റൻ ആയിരിക്കും ഇത് ചോദിക്കുക. സുഖമായിട്ട് അതിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം സാനിറ്ററി അറേഞ്ച്മെന്റ് ഫോർ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ തുടങ്ങാം. ഓക്കെ, ഒരു ഫെയർ ആൻഡ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഒരുപാട് ആൾക്കാർ ഗ്യാദർ ചെയ്യുന്ന ഒരു സംഭവമാണല്ലേ. പരിപാടി, എന്താ ഉത്സവം, പെരുന്നാൾ എന്നൊക്കെ പറയുന്ന. ഓക്കെ, അങ്ങനെ ഒരുപാട് പേര് ഗ്യാദർ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം? CDs, ഫയർ ആക്സിഡന്റ്, അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ. അപ്പൊ നമ്മൾ അവിടെ സ്വീകരിക്കേണ്ട മുൻകരുതലുകളാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത് പറയുന്ന 6 പോയിന്റ്: വാട്ടർ സപ്ലൈ, ഫുഡ് സേഫ്റ്റി, എക്സ്ക്രീറ്റ ഡിസ്പോസൽ, സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ, ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ മെഷേഴ്സ്, ഹൗസിങ്. ഈ 6 പോയിന്റ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ എസ്സെ നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതി പോവുക. വാരി വലിച്ച് എഴുതാതെ നേരത്തെ ഫാക്കൽറ്റീസ് പറഞ്ഞ പോലെ തന്നെ ഓരോ ഹെഡിങ്ങും അതിന് കീഴിൽ കറക്റ്റ് പോയിന്റ്സ് മാത്രം എഴുതി പോയി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം 15-ലൊരു 13-15 മാർക്കോളം തന്നെ കിട്ടാവുന്ന ഏരിയ ആണിത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വാട്ടർ സപ്ലൈ. വാട്ടർ സപ്ലൈയിൽ പറയാനുള്ളത് ഓക്കെ, വാട്ടർ സപ്ലൈയിൽ എന്താണ്, നമുക്ക് വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു ഫെയർസ് ആൻഡ് ഫെസ്റ്റിവലിൽ നമുക്ക് കിട്ടാവുന്ന ചാൻസ് കൂടിയ രോഗങ്ങൾ ഏതൊക്കെയാ? വാട്ടർ ബോൺ ഡിസീസ് ആയിട്ടുള്ള കൂടുതലും ഡയറിയൽ ഡിസീസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരിക അല്ലേ, വാട്ടർ ബോൺ ഡിസീസസ് ആയിട്ട്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് വാട്ടർ. ഈ വാട്ടർ സപ്ലൈ നമ്മൾ എന്ത് ചെയ്യുക? ക്ലീൻ വാട്ടർ സപ്ലൈ ചെയ്യുക എപ്പോഴും. അതുപോലെ തന്നെ എന്താ, അഡിക്വേറ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ, ഇപ്പം ആൾക്ക് കുടിക്കാനുള്ള ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിലും പാത്രം കഴുകാനുള്ള ആവശ്യത്തിനായാലും എപ്പോഴും ക്ലീൻ വാട്ടേഴ്സ് സപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ നടക്കുന്ന അവിടെ ആവശ്യത്തിനുള്ള വെള്ളം ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യുക? പുതിയ കിണർ ഒഴിക്കുക. എന്നിട്ട്
വെള്ളം സപ്ലൈ ചെയ്യുക. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കിണറുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി ക്ലോറിനേഷൻ ചെയ്യണം. അതൊക്കെ നമ്മുടെ ഡ്യൂട്ടീസ് ആണ്. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ അല്ലെങ്കിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ് ആണ് അതൊക്കെ. ഡെയിലി എന്ത് ചെയ്യുക? അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാട്ടർ സോഴ്സുകൾ, കിണറായിക്കോട്ടെ മറ്റു ടാങ്കുകളായിക്കോട്ടെ, എല്ലാം ഡെയിലി എന്ത് ചെയ്യുക? ക്ലോറിനേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഈ വാട്ടർ സപ്ലൈ എന്ന് പറയുമ്പോൾ അത്രയും പോയിന്റുകൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതോടെ വാട്ടർ സപ്ലൈ കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് ഫുഡ് സേഫ്റ്റി. ഓക്കെ, ഫുഡ് സേഫ്റ്റി. നമ്മൾ നല്ല ക്ലീൻ ഫുഡ് എന്തിന്? റീസണബിൾ പ്രൈസിൽ വിൽക്കുക. ഓക്കെ, നല്ല വൃത്തിയുള്ള ആഹാരം ന്യായമായ വിലയ്ക്ക് വിൽക്കുക, അത് നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ അവിടെ മെയിൻലി ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? അവിടെ വിൽക്കുന്ന ഫുഡും മറ്റ് സാധനങ്ങളും ഒക്കെ എന്ത് ചെയ്യുക? പീരിയോഡിക്കലി ഇൻസ്പെക്ട് ചെയ്യുക. അതിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻ നടക്കുന്നുണ്ടോ, ഈ ഫുഡൊക്കെ അഡിക്വേറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, ഇതിൻ്റെ അടുത്ത് വല്ല സെപ്റ്റിക് ടാങ്കോ സീവേജോ ടോയ്ലറ്റോ അങ്ങനെയുള്ള വൃത്തിഹീനമായ അസുഖം വരാവുന്ന സാധ്യതകളുള്ള കണ്ടാമിനേഷൻ പോസിബിൾ ആയ കാര്യങ്ങളുണ്ടോ, ഇതൊക്കെ നോക്കലാണ് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ പണി. ഓക്കെ, അപ്പം പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എല്ലാ ഫുഡും കവേർഡ് ആണോ എന്നൊക്കെ ഇൻസ്പെക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഫുഡ് ഹാൻഡ്ലേഴ്സ് ഉണ്ടാവും അല്ലേ? എന്താ ഈ ഫുഡ് ഹാൻഡ്ലേഴ്സ് എന്ന് പറയുന്നത്? അതെ, ഭക്ഷണം പാചകം ചെയ്യുന്ന അല്ലെങ്കിൽ വിളമ്പുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയാണ് നമ്മൾ ഈ ഫുഡ് ഹാൻഡ്ലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫുഡ് ഹാൻഡ്ലേഴ്സിന് എന്ത് നിർബന്ധമാണ്? ഹെൽത്ത് കാർഡും വാക്സിനേഷനൊക്കെ നിർബന്ധമാണ്. അതൊക്കെ എല്ലാവർക്കും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പോൾ വാട്ടർ സപ്ലൈ പറഞ്ഞു, ഫുഡ് സപ്ലൈ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലങ്ങളുടെ അടുത്ത് ഫ്ലൈ കൺട്രോൾ മെഷേഴ്സ് വെക്കണം. ഇല്ലെങ്കിൽ എന്താ? ഈച്ച, മറ്റുള്ള ഈച്ച പോലുള്ള ഇൻസെക്ട്സ് എന്ത് ചെയ്യും? മറ്റുള്ള വേസ്റ്റുകളിൽ പോയിരുന്നിട്ട് വന്ന് ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന ഭക്ഷണത്തിലിരിക്കും. അത് കഴിക്കുന്ന കൺസ്യൂമേഴ്സ്, ഒരുപാട് പേര് കൂടുന്ന സ്ഥലമാണല്ലോ ഈ ഫെയർസും ഫെസ്റ്റിവലും. ഈ കഴിക്കുന്നവർക്കൊക്കെ എന്ത് വരും? കോളറയും ഡിസെൻട്രി അതുപോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു എപ്പിഡമിക് ആയിട്ട് തന്നെ അത് മാറും. ഓക്കെ, അപ്പം ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? വാട്ടർ സപ്ലൈ കഴിഞ്ഞു, ഫുഡ് സപ്ലൈ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് എക്സ്ക്രീറ്റ. വെള്ളം കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞു, ഇനി അടുത്ത് എക്സ്ക്രീറ്റ. എക്സ്ക്രീറ്റയിൽ പറയുന്നത് ഓക്കെ, മെയിൻലി ഇപ്പം ഹ്യൂമൻ എക്സ്ക്രീറ്റ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം? ആ PDF ഉണ്ട്. അതെ, വാട്ടർ, സോയിൽ, എയർ പൊല്യൂഷൻസ്. ഓക്കെ, ഈ 3 രീതിയിലുള്ള പൊല്യൂഷൻസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? മറ്റുള്ള ഇൻസെക്ട്, മെയിൻലി ഈച്ച തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമനായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇൻസെക്ട്. ആ ഈച്ച, എലി അങ്ങനെയുള്ള റോഡൻസിന്റെ ഒക്കെ ബ്രീഡിംഗ് പ്ലേസ് ആയിട്ട് ആക്ട് ചെയ്യും നമ്മുടെ ഈ ഹ്യൂമൻ എക്സ്ക്രീറ്റ. അതുകൊണ്ട് തന്നെ ഈ ഫെയർസും ഫെസ്റ്റിവലും മാത്രമല്ല, ഏതൊരു കണ്ടീഷൻ ആയാലും ഈ എക്സ്ക്രീറ്റ ഡിസ്പോസൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ എക്സ്ക്രീറ്റ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കാം, സോയിൽ പൊല്യൂഷൻ ഉണ്ടാക്കാം, എയർ കണ്ടാമിനേഷൻ ഉണ്ടാക്കാം, അതുപോലെ തന്നെ റോഡന്റിന്റെയും ഫ്ലൈന്റെയും ബ്രീഡിംഗ് പ്ലേസ് ആവാം. ഓക്കെ, ഇനി ഇത് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? നിങ്ങൾ ഓൾറെഡി പേപ്പർ 1 പഠിച്ചതാണ് ഈ ഹ്യൂമൻ എക്സ്ക്രീറ്റ അല്ലെങ്കിൽ ഈ ഡിസീസ് ഒക്കെ എങ്ങനെ അഡിക്വേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാന്ന്. ലാട്രിൻ പ്രൊവൈഡ് ചെയ്യുക അല്ലേ? അതെ, ഫീക്കസ് സെഗ്രിഗേറ്റ് ചെയ്യുക, ലാട്രിൻ പ്രൊവൈഡ് ചെയ്യുക, അത് തന്നെ. അപ്പൊ നമ്മൾ എക്സ്ക്രീറ്റ ഡിസ്പോസൽ ഒരു ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ അവിടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ ലാട്രിൻസ് ഏതൊക്കെയാ? ഷാലോ ട്രെഞ്ച് ലാട്രിൻ, ഡീപ് ട്രെഞ്ച് ലാട്രിൻ, ബോർ ഹോള്, പിറ്റ് ലാട്രിൻ, ബയോ ടോയ്ലറ്റ് എക്സെട്ര. ഇതൊക്കെയാണ് നമുക്ക് ഒരു ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ, ഒരു ടെമ്പററി ഇവന്റ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലാട്രിൻസ്. ഇതൊക്കെ ഓരോന്നും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ച് ഇതിന്റെ പരീക്ഷ എഴുതി നിൽക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതിൽ നമുക്കിത് നേരെ നെക്സ്റ്റ് കാര്യത്തിലോട്ട് പോവാം. സോളിഡ് വേസ്റ്റ്. എന്താ സോളിഡ് വേസ്റ്റ്? എനി വേസ്റ്റ് അതർ ദാൻ ഹ്യൂമൻ എക്സ്ക്രീറ്റ. അതായത് നമ്മുടെ ഫെയർസും ഫെസ്റ്റിവലും വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വരുന്ന വേസ്റ്റ്, ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വരുന്ന വേസ്റ്റുകൾ, കവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഈ സോളിഡ് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എപ്പോഴും ഒരു ഗാർബേജ് ബാഗ് വേണം. ഓക്കെ, ആ ഗാർബേജ് ബാഗിലായിരിക്കണം ഈ വേസ്റ്റ് ഒക്കെ എല്ലാവരും എന്ത് ചെയ്യേണ്ടത്? നിക്ഷേപിക്കേണ്ടത്. നെക്സ്റ്റ്, ഇത് പീരിയോഡിക്കലി, അതായത് റെഗുലർ ആയിട്ട് ഇത് ഈ സൈറ്റിൽ നിന്ന് മാറ്റണം. റെഗുലർ ആയിട്ട് ഇത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അല്ലാതെ അതവിടെ കുമിഞ്ഞു കൂടാനുള്ള ഇടവരരുത്. ഇനി നമുക്ക് മാക്സിമം റീയൂസും റീസൈക്കിൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായിരിക്കണം നമ്മളൊരു ഫെയർസും ഫെസ്റ്റിവലിലും
യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, റീസൈക്കിൾ പോസിബിൾ ആണെങ്കിൽ ആ റീസൈക്കിൾ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻസ് കൂടിയ കാര്യമാണ്. ഓക്കെ, ഇനി എങ്ങനെയൊക്കെ നമുക്കിത് ഡിസ്പോസ് ചെയ്യാം സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ? കൺട്രോൾഡ് ടിപ്പിംഗ്, ഇൻസിനറേഷൻ, ബെറിയൽ, മാനുവർ പിറ്റ്. ഇതാണ് ഒരു സോളിഡ് വേസ്റ്റ് ഡിസ്പോസലിന് ഒരു ടെമ്പററി സെറ്റിങ്ങിൽ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്സ്. അപ്പം എന്തൊക്കെ പറഞ്ഞു ഇതുവരെ? വാട്ടർ പറഞ്ഞു, ഫുഡ് പറഞ്ഞു, എക്സ്ക്രീറ്റ പറഞ്ഞു, സോളിഡ് വേസ്റ്റ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്. ഓക്കെ, ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസിൽ ഫസ്റ്റ് ആണ് വാക്സിനേഷൻ. ഒരുപാട് ഫുഡ് ഹാൻഡ്ലേഴ്സും പിൽഗ്രിംസ് ഒക്കെ വരുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ അവർക്കുള്ള വാക്സിനേഷൻസ് ഉറപ്പുവരുത്തണം. ഓക്കെ, അവർക്കുള്ള വാക്സിനേഷൻസ് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം? ഫസ്റ്റ് എയ്ഡ് സെന്റേഴ്സ് ഉണ്ടാവണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനൊരു ഫസ്റ്റ് എയ്ഡ് സെന്റേഴ്സ് നിർബന്ധമാണ്. അതുപോലെ ഒരു ഐസൊലേഷൻ ഫെസിലിറ്റീസ് വേണം. അതിന് പുറമെ ഒരു ആംബുലൻസ്, മൊബൈൽ ICU, ഇതൊക്കെ ഒരു ആൾ കൂടുന്ന ഒരു ടെമ്പററി ഫെയർസ് ആൻഡ് ഫെസ്റ്റിവലിൽ നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. ഏതൊക്കെ? ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസിൽ വരുന്നതാണ് വാക്സിനേഷൻസും അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹൗസിംഗ്. ഒരു പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ഇവന്റ് അല്ലേ, അവർക്കൊക്കെ അപ്പോൾ താമസിക്കണ്ടേ? അപ്പോൾ അവർക്ക് താമസിക്കുന്ന ഏരിയ എങ്ങനെയായിരിക്കണം? വൃത്തിയുള്ള ഏരിയ ആയിരിക്കണം അവർക്ക് താമസിക്കാനുള്ള ഏരിയ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എല്ലാ ടെമ്പററി ഷെഡും എന്ത് ചെയ്യണം? ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ പെട്ടെന്ന് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഈ ലോഡ്ജിങ് ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതുപോലെ ഇതിനടുത്ത് ഒരു തരത്തിലുള്ള കണ്ടാമിനേഷൻസും പാടില്ല. ഓക്കെ, ഇപ്പൊ 6 പോയിന്റ്, ഈ 6 പോയിന്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സുഖമായിട്ട് എഴുതി പോവാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വാട്ടർ, ഫുഡ്, എക്സ്ക്രീറ്റ, സോളിഡ്, ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ മെഷേഴ്സ്, ഹൗസിങ്. ഓക്കെ, നിങ്ങളൊരു ഉത്സവ പറമ്പിൽ ചെല്ലുന്നതായിട്ട് ആലോചിക്കുക. അവിടെ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ. ഓക്കെ, അതായത് ഒരു ഹോട്ടൽ കാണുന്നു, വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കുക, ബാക്കി കാര്യങ്ങൾ സോളിഡ് വേസ്റ്റ്, എക്സ്ക്രീറ്റ ഡിസ്പോസൽ, ഒരു കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഈ ഒരു 6 പോയിന്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ഈ സാനിറ്ററി അറേഞ്ച്മെന്റ്സ് ഇൻ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ. ഇപ്പം മാക്സിമം ഈ 6 പോയിന്റ് തന്നെ പഠിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാക്കി വെക്കുക, അതുപോലെ എഴുതുക. ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഈ സാനിറ്ററി അറേഞ്ച്മെന്റ്സ്. കാരണം ഈ ഇപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഈ 2 പേപ്പേഴ്സും നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്തതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം ഈ പേപ്പറിലും നമുക്ക് പ്രതീക്ഷിക്കാം റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ വരുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും പബ്ലിക് ഹെൽത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് സാനിറ്ററി അറേഞ്ച്മെന്റ് ഫോർ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ. ഓക്കെ, ഇനി നേരെ നമ്മൾ മറ്റുള്ള ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ ഒന്നാമത്തെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത് ആക്ട്. ഒരു പബ്ലിക് ഹെൽത്ത് ആക്ട് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആ രീതിയിലൊരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഒരു എസ്സേയുടെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഈ 5 മാർക്കിന് പറയുന്ന ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്. ഇതൊക്കെ എന്താ, ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ ഇതിന്റെ സിംപ്ലിഫൈഡ് വേർഷൻസ് ഓൾറെഡി പ്രൊവൈഡഡ് ആണ്. നിങ്ങൾ അത് വായിക്കുക, അധിക സമയം എടുക്കണ്ട, ജസ്റ്റ് കണ്ടന്റ് മാത്രം മനസ്സിലാക്കി വെക്കുക. അല്ലാതെ ഇതിന്റെ മേലെ ഒരുപാട് സമയം ഇരിക്കുന്നത് ബുദ്ധിയല്ല. കാരണം 70-80% നമുക്ക് മാനേജ്മെന്റിനും LSGI നും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇനി അടുത്ത് വരുന്ന പ്രൊജക്ട്, അതും ജസ്റ്റ് ഒരു അരമണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ പ്രൊജക്ട് എന്ന് പറയുന്ന പാഠം തീർന്നു, 10 മാർക്കും കിട്ടും. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ പബ്ലിക് ഹെൽത്ത് ആക്ടിന് പഠിക്കാൻ കുറെ ഉണ്ട്, അത് നമ്മൾ പഠിക്കുന്ന തന്നെ ചോദിക്കണമെന്നില്ല. സോ അതിന് അത്ര ഇമ്പോർട്ടൻസ് കുറവ് കൊടുക്കുക. നെക്സ്റ്റ് ന്യൂയിസൻസ്. ഈ ന്യൂയിസൻസ് 2 മാർക്കിനെ ചോദിക്കുകയുള്ളൂ. നെക്സ്റ്റ് ആണ് ജൂറിസ്ഡിക്ഷൻ, അതും 2 മാർക്കിന് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ചാൽ എന്താ? അധികാര പരിധി, അതാണ് ഈ ജൂറിസ്ഡിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
refers to the authority given to a legal body like court or any officials to hear case and make rulings within a specific geographical area. പറയുമ്പോൾ വലിയ ഡെഫിനിഷൻ ആണ്, പക്ഷെ മലയാളം മനസ്സിലാക്കിയിട്ട് പബ്ലിക് ഹെൽത്ത് ആക്ട് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. അധികാര പരിധി, അതായത് ഒരു ഒരു കോർട്ടിന്റെയോ ഒരു ഒഫീഷ്യലിന്റെയോ കീഴിലുള്ള ഏരിയ, അവിടുത്തെ റൂളിങ്സും ഒക്കെ നടത്തുന്നത് ആ ആളായിരിക്കും. അയാളുടെ അധികാര പരിധിക്കുള്ളിലുള്ള ഏരിയ. ഓക്കെ, അയാളുടെ അധികാരം നിലനിൽക്കുന്ന ഏരിയ, അതാണ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് പബ്ലിക് ഹെൽത്ത് ആക്ടിനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ നേരം അതിനകത്ത് ഇരിക്കുന്നത് നഷ്ടമാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ സാനിറ്ററി അറേഞ്ച്മെന്റ് ഫോർ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ, അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യുക. ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ഇതിൽ സമയം കളയണ്ട. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രൊജക്ട് പ്രിപ്പറേഷൻ. എല്ലാ പരീക്ഷയ്ക്കും ഒരു എസ്എ ക്വസ്റ്റ്യൻ പ്രൊജക്ട് പ്രിപ്പറേഷൻ ആയിരിക്കും. അതിൽ നിന്ന് ആകെ ചോദിച്ചു വന്നിട്ടുള്ളത് 2 ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. സ്റ്റെപ്പ് ഇൻ പ്രൊജക്ട് പ്രിപ്പറേഷനും പിന്നെ ഒരു വിഷയം തരും, എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു പ്രൊജക്ട് എഴുതുക എന്നുള്ളത്. അതാണ് കോമൺലി കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഓക്കെ, സ്റ്റെപ്സ് ഇൻ പ്രൊജക്ട് പ്രിപ്പറേഷൻ, പ്രിപ്പയർ എ പ്രൊജക്ട് ഓൺ ഡാഷ്, ഒരു വിഷയം തരും, അതിനെക്കുറിച്ച് ഒരു പ്രൊജക്ട് ചെയ്ത. ഇത് രണ്ടും ഓൾറെഡി PDF അപ്ലോഡഡ് ആണ്. ജസ്റ്റ് എടുത്ത് ഒരു അരമണിക്കൂർ വായിച്ചാൽ മാത്രം മതി. കണ്ടന്റ് മനസ്സിലാക്കി വെക്കുക. പ്രൊജക്റ്റ് നിന്ന് വരുന്ന എസ്എ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 10 മാർക്കും സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ ലെറ്റർ എഴുതാനൊക്കെ ചോദിക്കില്ലേ, ഓൾറെഡി നമ്മളൊരു ഫോമാറ്റ് പഠിച്ചു പോകും, അതിൽ ചുമ്മാ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യും. സെയിം ആ പാറ്റേൺ തന്നെയാണ് നമ്മൾ പ്രൊജക്റ്റിലും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 5 Ws ഇൻ പ്രൊജക്റ്റ് ചോദിക്കും. അതാണ് എന്തൊക്കെ? വാട്ട്, വേർ, വൈ, ഹൂ, വെൻ. നമ്മളെ മാനേജ്മെന്റിൽ ഒരു 3M നേരത്തെ സാർ പഠിപ്പിച്ചില്ലേ, അതുപോലെ തന്നെ മാനേജ്മെന്റിൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് ഈ 5 Ws. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. മേ ബി ഒരു മാർക്കോ അല്ലെങ്കിൽ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടോ എന്തെങ്കിലും കിട്ടും. ഓക്കെ, ജസ്റ്റ് അത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി സ്റ്റെപ്സ്, ഈ ഒരു 6 സ്റ്റെപ്പ് ഉണ്ട്. ഈ 6 സ്റ്റെപ്പിന്റെയും ഓരോ 1-2 പോയിന്റ് വെച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഏതൊക്കെയാ? പ്രൊജക്ട് കോണ്ടെക്സ്റ്റ്, പേഴ്സണൽ, വർക്ക് പ്ലാൻ, ബഡ്ജറ്റ്, പ്രൊജക്ട് ഔട്ട്പുട്ട്, പ്രൊപ്പോസൽ സബ്മിഷൻ. ഈ 6 പോയിന്റുകൾ മനസ്സിലാക്കി വെക്കുക. ചുമ്മാ ഇരുന്ന് ആ ഡെഫിനേഷൻ ഇംഗ്ലീഷിൽ വായിച്ച് പഠിച്ച് തലയിൽ കയറ്റി ആ ഹോളിൽ പോയിരുന്ന് മറന്നു പോകുന്നതിലും ബെറ്റർ ഈ കാര്യങ്ങൾ മലയാളത്തിൽ പഠിച്ചു വെക്കുക എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളൊക്കെ മീൻസ് ഞങ്ങളെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇത് മലയാളത്തിൽ തന്നെയാണ് പഠിച്ചു വെച്ചത്. ഈ പ്രൊജക്റ്റിന്റെ ഒരു ഫോർമാറ്റ് മലയാളത്തിൽ പഠിച്ചു വെച്ചിട്ട് മലയാളത്തിൽ തന്നെയാണ് എഴുതിയത്. ഓക്കെ, നിങ്ങളും മാക്സിമം മലയാളത്തിൽ പഠിക്കുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. നമുക്ക് കയ്യിൽ നിന്നിട്ട് എഴുതാനൊക്കെ നിങ്ങൾക്ക് സൗകര്യമുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. മലയാളത്തിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ മലയാളത്തിൽ പഠിച്ചത് കൊണ്ടാണ് ഈ സ്ലൈഡ് മലയാളത്തിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു വിഷയം എങ്ങനെ എഴുതണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഇതിന്റെ ഓൾറെഡി ചെയ്തിട്ടുള്ള PDF ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ക്രൂയുടെ ഹൈലൈറ്റ്സ് നോക്കിയാൽ മതി, സ്റ്റോറി അതിനകത്തുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് വയോജനങ്ങൾ, വൃദ്ധർക്ക് ഒരു ചലന സഹായി കൊടുക്കുന്നതാണ് നിങ്ങളുടെ പ്രോജക്റ്റ് എന്ന് എഴുതുക. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വാട്ടർ ബോൺ ഡിസീസസ് ഉണ്ട്, അത് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഒരു പ്രൊജക്റ്റ്. ഇങ്ങനെയൊക്കെയാണ് നമുക്കൊരു വിഷയം തരുന്നത്. സോ ഇപ്പം ആദ്യം നമ്മളൊരു ഹെഡിങ് എഴുതുക. ഇപ്പൊ വീൽ ചെയർ കൊടുക്കുന്ന പരിപാടിയാണെങ്കിൽ വയോജനങ്ങൾക്ക് ചലന സഹായി, അല്ലെങ്കിൽ ജലജന്യ രോഗങ്ങൾ അറിയാം, പ്രവർത്തിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക ആദ്യം. നെക്സ്റ്റ് നേരെ ആമുഖം എന്ന് എഴുതിയിട്ട് ഒരു ജസ്റ്റ് ഒരു കണ്ടന്റ് എഴുതുക. പ്രത്യേകിച്ച് ഇപ്പം ജലജന്യ രോഗങ്ങളുടെ കുറിച്ചാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: വാട്ടർ നമുക്ക് ഭയങ്കര അത്യാവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സ് ആണ്, ആവശ്യമുള്ള നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരു കാര്യമാണ് ഈ വാട്ടർ. ഈ വാട്ടറിലൂടെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിൽ കടന്ന് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒക്കെ പ്യൂരിഫൈ ചെയ്യേണ്ടതും ശുദ്ധജലം പ്രൊവൈഡ് ചെയ്യേണ്ടതൊക്കെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു 1-2 സെന്റൻസ് അങ്ങനെയൊക്കെ എഴുതി നമ്മുടെ പ്രൊജക്റ്റിന് ഒരു ആമുഖം തയ്യാറാക്കാം. മീൻസ് മഴക്കാലത്ത് ഒരുപാട് മൈക്രോ ഓർഗാനിസം നമ്മളെ ഇതിൽ കലരും, എന്നിട്ട് നമ്മൾ ആൾക്കാർ പബ്ലിക് ഇതുമായിട്ട് ഒരുപാട് അസുഖങ്ങൾ വരും, അത് നിയന്ത്രിക്കാനുള്ള ഒരു പ്രൊജക്റ്റാണിത് എന്നും പറഞ്ഞിട്ട് ഒരു ആമുഖം തയ്യാറാക്കുക. അപ്പം
നെക്സ്റ്റ് ഇപ്പം വയോജനങ്ങൾക്ക് ചലന സഹായി കൊടുക്കുന്നതാണെങ്കിലോ രണ്ടോ മൂന്നോ സെന്റൻസ്. കേരളം ആരോഗ്യ മേഖലയിൽ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏജ്ഡ് പോപ്പുലേഷൻ, വൃദ്ധജനങ്ങൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഇവരൊക്കെ വീട്ടിലിരുന്ന് ഐസൊലേറ്റ് ചെയ്ത് ഇവർക്ക് മൂവ്മെന്റ്സ് ഭയങ്കര കുറവായിരിക്കും അല്ലെ, കുറെ പേര് കാല് വയ്യാത്തവരായിരിക്കും. അപ്പൊ ഇവർക്കൊക്കെ മാനസികാരോഗ്യത്തിന് നമ്മളൊരു വീൽ ചെയർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തൊക്കെ ഇറങ്ങി ഇവരുടെ മാനസിക ആരോഗ്യത്തിന് ബെറ്റർ ആയിരിക്കും. അതിനു വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റ് ആണിത്. ആ രീതിയിൽ ഒരു ആമുഖം എഴുതി വെക്കുക. നെക്സ്റ്റ് നേരെ നമ്മുടെ എയിംസ് അഥവാ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇതിന് സെയിം ഫോർമാറ്റ് ആണ്. ഡാഷ് ഗ്രാമപഞ്ചായത്തിൽ, അതായത് ഇന്നേ ഗ്രാമപഞ്ചായത്തിലെ ഇന്നേ സബ് സെന്ററിന് കീഴിലുള്ള ഇത്ര വാർഡുകളിലെ ജനങ്ങളെ ബോധവൽക്കരിച്ച് വ്യക്തി ശുചിത്വം ഉറപ്പാക്കി ജലജന്യ രോഗങ്ങളെ ഇല്ലാത്തൊരു സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കാം. അതൊക്കെയാണ് അങ്ങനെ ഒരു രീതിയിൽ. ഇപ്പം ഡാഷ് ഗ്രാമപഞ്ചായത്തിലെ ഡാഷ് സബ് സെന്ററിന് പരിധിയിലുള്ള ഇത്ര വാർഡുകളിൽ 60 വയസ്സിന് മേലുള്ളവർക്കൊരു ചലന സഹായി. അങ്ങനെയാണ് നമ്മൾ ലക്ഷ്യങ്ങൾ എഴുതാണ്ട്. ഓക്കെ, ഈ ഫോർമാറ്റ് തന്നെയാണ് ഈ ഗ്രാമപഞ്ചായത്ത് സബ് സെന്റർ കീഴിലുള്ള ഇത്ര. ഓക്കെ, അതാണ് അതിന്റെ ഫോർമാറ്റ്, ലക്ഷ്യം. നെക്സ്റ്റ് നമ്മൾ എഴുതുന്നതാണ് പ്രവർത്തനങ്ങൾ. പ്രവർത്തനങ്ങളിൽ പറയാനാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏത് പ്രൊജക്റ്റ് ആണെങ്കിലും നമുക്ക് ആദ്യം എഴുതാവുന്ന ഒരു 3 കാര്യമുണ്ട്. ഒന്ന്, സർവേ ടീമിനെ രൂപീകരിക്കുക. ഫോർമേഷൻ ഓഫ് എ ടീം ഫോർ സർവേ. ഒരു സർവേ ടീമിനെ രൂപീകരിക്കുക. നെക്സ്റ്റ് ഇവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുക. നെക്സ്റ്റ് എന്താ, മെഡിക്കൽ പരിശോധന നടത്തുക, ചലന സഹായി വിതരണം ചെയ്യുക. അങ്ങനെ മൊത്തത്തിലൊരു 5 പോയിന്റ് ആയിട്ടൊരു പ്രവർത്തനങ്ങൾ, വർക്ക് പ്ലാൻ തയ്യാറാക്കി എഴുതുക. ആദ്യത്തെ 3 സർവേ തന്നെയായിരിക്കും എല്ലാത്തിലും കോമൺ ആയിട്ട് കാണുക. അത് അങ്ങനെ തന്നെ എഴുതുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പം ആമുഖം പറഞ്ഞു, ലക്ഷ്യം പറഞ്ഞു, പ്രവർത്തനങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് പ്രവർത്തന കലണ്ടർ. അതായത് നമ്മൾ നേരത്തെ ഈ പ്രവർത്തനം, ഇപ്പൊ നിങ്ങൾ 5 പോയിന്റ് ആണ് പ്രവർത്തനത്തിൽ എഴുതിയെങ്കിൽ ആ 5 പോയിന്റും എപ്പോൾ ചെയ്ത് തീർക്കും എന്നതാണ് ഈ പ്രവർത്തന കലണ്ടറിൽ എഴുതേണ്ടത്. ഒരുപാട് സമയമൊന്നും അതിനെ കൊടുക്കരുത്. അതായത് ഇപ്പൊ സർവേ ടീമിന്റെ രൂപീകരണം ഇതേതാ മാസം? ഓക്കെ, ഏപ്രിൽ ആണല്ലേ. അപ്പം ഓക്കെ, സർവേ ടീമിന്റെ രൂപീകരണം എന്ന് എഴുതിയിട്ട് മെയ് ആദ്യ വാരം. ഓക്കെ, മെയ് ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ സർവേ ടീമിനെ രൂപീകരിച്ചു. ഇനി നിങ്ങൾ രണ്ടാമത്തെ പ്രവർത്തനം നിങ്ങൾ എഴുതിയത് ഇവർക്ക് പരിശീലനം കൊടുക്കുന്നതാണെന്ന് കരുതുക. അപ്പൊ നമ്മൾ പ്രവർത്തന കലണ്ടറിലെ രണ്ടാമത്തെ പോയിന്റ് പരിശീലനം കൊടുക്കുന്നത് എത്ര? മെയ് 2ാം വാരം. മെയ് 2ാം വാരത്തോടെ നിങ്ങൾ എന്ത് ചെയ്തു? അവരുടെ പരിശീലനം കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്താ, നിങ്ങൾ മെഡിക്കൽ പരിശോധനയാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ മെഡിക്കൽ പരിശോധന ഇന്നേ ദിവസം. അങ്ങനെ നിങ്ങൾ എത്ര പ്രവർത്തനങ്ങൾ എഴുതിയിട്ടുണ്ടോ അത്രയും ഇതിന്റെ ഒരു സമയപരിധി എഴുതി വെക്കുക. ലാസ്റ്റ് ഇപ്പോൾ ചലന സഹായ വിതരണം ആണെങ്കിൽ ലാസ്റ്റ് നിങ്ങളുടെ പോയിന്റ് ചലന സഹായ വിതരണം ഇന്നേ ദിവസം. ആ രീതിയിൽ പ്രവർത്തന കലണ്ടർ എഴുതി വെക്കുക. അപ്പൊ എന്തൊക്കെ കഴിഞ്ഞു? ആമുഖം കഴിഞ്ഞു, ലക്ഷ്യങ്ങൾ കഴിഞ്ഞു, പ്രവർത്തനങ്ങൾ കഴിഞ്ഞു, പ്രവർത്തന കലണ്ടർ കഴിഞ്ഞു. ഇത് ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്കിപ്പോൾ ഇൻട്രൊഡക്ഷൻ, എയിം, വർക്ക് പ്ലാൻ, കലണ്ടർ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ കണ്ടന്റ് എഴുതാനും ഒക്കെ മലയാളമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. മലയാളത്തിൽ പഠിച്ചു വെച്ചതാണ്. ഞാൻ മലയാളത്തിൽ പഠിച്ചത് കൊണ്ടാണ് ഈ സ്ലൈഡ് മലയാളത്തിൽ പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നിർവഹണം. ആരാണിത് ചെയ്യുന്നത് എന്നതാണ് ഈ നിർവഹണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻലി നമ്മൾ ഈ എഴുതുന്ന മെയിൻ പോയിന്റ് PHSCയിലെ MO അല്ലെങ്കിൽ HI ഇവരാണ് ചുമതല വഹിക്കുന്നത് എന്നാണ് നമ്മൾ കൂടുതലും നിർവഹണത്തിൽ എഴുതേണ്ടി വരിക. മീൻസ് നമുക്ക് കിട്ടുന്ന സബ്ജക്റ്റ് ഒക്കെ ആ ഒരു സബ് സെന്റർ പരിധിയിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഈ വാട്ടർ ക്ലോറിനേഷനോ അല്ലെങ്കിൽ വയോജനങ്ങൾക്കുള്ള ചലന സഹായിയോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അതായിരിക്കും കൂടുതലും വരുന്ന സബ്ജക്റ്റ്. അപ്പം എപ്പോഴും നമ്മളെ നിർവഹണത്തിൽ ഈ പോയിന്റ് ഓർത്ത് വെക്കുക. PHSCയിലെ MO അല്ലെങ്കിൽ HI അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ നിർവഹണ ചുമതല വഹിക്കുന്നു എന്നങ്ങ് എഴുതി വെക്കുക. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ നിർവഹണം. നെക്സ്റ്റ് ധനകാര്യ വിശകലനം. ധനകാര്യ വിശകലനം എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഇതിന് എത്ര ചെലവ് വരും എന്നാണ് എഴുതി വെക്കേണ്ടത്. ഈ ബഡ്ജറ്റ് ഒരുപാട് അങ്ങ് കയറ്റി എഴുതരുത്. ഓക്കെ, അത് നമ്മുടെ പ്രൊജക്റ്റിന്റെ നെഗറ്റീവ് ആവും. സോ ബഡ്ജറ്റ് മാക്സിമം കുറച്ചിട്ടാണ് നമ്മളൊരു പ്രൊജക്റ്റ് തയ്യാറാക്കി വെക്കേണ്ടത്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. അല്ലാതെ ഇത് ഒരു ഫ്ലോയിൽ അങ്ങ് എഴുതി പോയിട്ട് ലാസ്റ്റ് 10 ലക്ഷം രൂപയ്ക്ക് ക്ലോറിനേഷൻ എന്നൊന്നും എഴുതി വെക്കരുത്. ഓക്കെ, അപ്പൊ ധനകാര്യ വിശകലനത്തിൽ ഫസ്റ്റ് 2 അംഗ സർവേ ടീമിനെ രൂപീകരിച്ച് 10 വാർഡിലേക്ക് 20 പേര് 7000 രൂപ. അങ്ങനെ
പിന്നെ ഇവർക്ക് വേണ്ട പെന്ന്, നോട്ട്ബുക്ക് 700 രൂപ എല്ലാവർക്കും കൂടെ. പിന്നെ ഇവർക്ക് ഓരോ ദിവസത്തെ ലഘുഭക്ഷണം ഇത്ര രൂപ, അങ്ങനെ എല്ലാം കൂടെ എഴുതി ഒരു പോയിന്റിൽ ബഡ്ജറ്റ് തീർക്കുക. എന്നിട്ട് താഴെ ആകെ ബഡ്ജറ്റ് ഇത്ര രൂപ. ഓക്കെ, അതാണ് ഈ ബഡ്ജറ്റ്. മാക്സിമം കുറച്ച് എഴുതാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നേട്ടങ്ങൾ. ഇത്തരം ഈ നമ്മൾ ഇത്രയും ചെയ്തതിൽ നമ്മൾ ഈ പദ്ധതിനെ കൊണ്ടുള്ള നമ്മുടെ നേട്ടം എന്താണെന്നാണ് ഈ നേട്ടങ്ങൾ എന്ന പോയിന്റിൽ നമ്മൾ എഴുതേണ്ടത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ജലജന്യ രോഗങ്ങളിലാണെങ്കിൽ നമ്മുടെ നേട്ടങ്ങളിൽ നമ്മൾ ഓൾറെഡി ഏരിയ പറഞ്ഞല്ലോ, ഇന്നേ ഗ്രാമപഞ്ചായത്തിലെ ഇന്നേ സബ്സെന്റിന് കീഴിലുള്ള 10 വാർഡുകളിൽ ജലവിതരണം എന്നുള്ളത്. ആ സെയിം സാധനം നേട്ടങ്ങളിലും ആവർത്തിക്കുക. ഇന്നേ ഗ്രാമപഞ്ചായത്തിലെ ഇന്നേ സബ് സെന്ററിന് കീഴിലുള്ള 10 വാർഡുകളിൽ ശുദ്ധമായ ജലവിതരണവും ശുചിത്വവും ഉറപ്പാക്കാൻ സാധിക്കും. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനും മെച്ചപ്പെട്ട സേവനം കൊടുക്കാനും പറ്റുമെന്നൊക്കെയുള്ള 2 or 3 സെന്റൻസ് ഓവറാക്കി എഴുതി വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മളെ പ്രൊജക്ട് മാക്സിമം ചുരുക്കി എഴുതാനാണ് ശ്രമിക്കേണ്ടത്. പിന്നെ ഒരു ലെറ്റർ ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ബോക്സ് ഒക്കെ വരച്ച് എഴുതുന്ന സാധനം ആയതുകൊണ്ട് മാക്സിമം പോയാൽ 2 പേജിനകത്ത് തീർക്കാൻ നോക്കുക. അല്ലാതെ ഒരുപാട് പേജ് വാരി വലിച്ച് എഴുതുന്നതൊക്കെ നെഗറ്റീവ് ആണ്. ഓക്കെ, അതേപോലെ ബഡ്ജറ്റിനും വളരെ കുറച്ച് എഴുതി വെക്കുക. അപ്പം നേട്ടങ്ങൾ കഴിഞ്ഞു. നെക്സ്റ്റ് മോണിറ്ററിങ് ആരാ ചെയ്യുന്നത്? സബ് സെന്റർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോണിറ്ററിംഗ് ചുമതല നിർവഹിക്കുന്നു. അത്ര എഴുതി വെച്ചാൽ മതി. സബ് സെന്റർ കമ്മിറ്റി. ഓക്കെ, ആരാ മോണിറ്റർ ചെയ്യുന്നത്? സബ് സെന്റർ കമ്മിറ്റി. ഇത്രയും പോയിന്റുകളാണ് പ്രൊജക്ട് പ്രിപ്പറേഷനിൽ വേണ്ടത്. നിങ്ങൾ ഈ പ്രൊജക്ട് പ്രിപ്പറേഷൻ ആകെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ എടുത്ത് ഇന്ന് തന്നെ എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞാൽ തീർന്നു. എന്തായാലും ഒരു എസ്എ ക്വസ്റ്റ്യൻ പ്രൊജക്റ്റ് നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് ഇത് തന്നെയായിരിക്കും, ഒരു പ്രൊജക്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പം ആകെ ആ ഒരു ഫോർമാറ്റ് മാത്രം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതാണ് ഇത്രയും കാര്യങ്ങളിൽ പറയാനുള്ള ടോപ്പിക്സ്. ഇതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോയിന്റ് ഓൾറെഡി ആദ്യം പറഞ്ഞ മാനേജ്മെന്റും LSGIയും ആണ്. പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും എഴുതണം, കാരണം സിമ്പിൾ ആയിട്ട് നമുക്ക് അത്രയും മാർക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ് പ്രൊജക്ട്. പബ്ലിക് ഹെൽത്ത് ആക്ടിന് അത്രയും സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ബാക്കി 3 ചാപ്റ്റേഴ്സ് പ്രൊജക്ട് ഇന്ന് തന്നെ തീർക്കാവുന്ന സാധനമേ ഉള്ളൂ, അത് ഇന്ന് തന്നെ തീർക്കുക. നാളത്തെ ഒരു ദിവസം മൊത്തം ഇരുന്ന് മാനേജ്മെന്റ് ഇതുവരെ നോക്കാത്തവര് മാക്സിമം നോക്കുക. അത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ചാപ്റ്ററാണ്. അത് മാത്രം പഠിച്ചാലും അത്യാവശ്യം നല്ലൊരു മാർക്ക് തന്നെ കിട്ടും. സോ മാനേജ്മെന്റ് ഒരിക്കലും കളയരുത്. പിന്നെ ഈ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് റെഫർ ചെയ്തിട്ട് അതിനകത്തുള്ള മാക്സിമം പോയിന്റും കവർ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. അല്ലാതെ പഠിക്കുന്നവർ ലാസ്റ്റ് മിനിറ്റിൽ നാളെ എങ്ങാനും എടുത്തിട്ട് അതിനകത്തുള്ള 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അബ്രിവേഷൻസ്, 5 മാർക്ക് എസ്എ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇത്രയും ദിവസം വന്നൊരു പാറ്റേൺ അനുസരിച്ചിട്ട് പ്രീവിയസ് ഇയർ ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പം മിക്കവാറും ആ ഗ്രൂപ്പിലിട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആ രീതിയിൽ എക്സാം എഴുതുക. എല്ലാവരും പാസ്സാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ PDF ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ലിങ്ക് അല്ലെങ്കിൽ സ്റ്റോറി ഹൈലൈറ്റ്സിൽ നോക്കിയാൽ മതി. ഓൾറെഡി പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ ഒരുപാട് PDFs അതിനകത്ത് ഉണ്ട്. നിങ്ങളെ സ്കൂളിൽ നിന്ന് തന്ന പ്രിന്റ് ഔട്ട്സ് ഉണ്ടെങ്കിൽ അത് നോക്കുക. അത് കിട്ടാത്തവർ ഹെൽത്ത് ഇൻസ്പെക്ടർ ക്രൂവിന്റെ ഇൻസ്റ്റാ പേജ് ഒന്ന് നോക്കുക, അതിലുണ്ടാവും. ഓക്കെ, ആർക്കും സംശയം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അപ്പൊ ശരി, എന്നാ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും പ്രൊജക്ട് ഇന്ന് തന്നെ തീർക്കാൻ നോക്കുക കേട്ടോ. ശരി എന്നാ.